നമസ്കാരം. ഇസ്രായേൽ എന്ന രാജ്യം രൂപപ്പെട്ടതു മുതൽ സകല അന്താരാഷ്ട്ര നിയമങ്ങളെയും ലംഘിക്കാനുള്ള അതിൻ്റെ കരുത്ത് അമേരിക്കയ്ക്ക് UN രക്ഷാസമിതിയിലുള്ള വീറ്റോ അധികാരമായിരുന്നു. സമീപകാല ചരിത്രത്തിൽ ആദ്യമായി ഇസ്രായേലിനെതിരെ UN രക്ഷാസമിതി പ്രമേയം അമേരിക്ക വീറ്റോ ചെയ്യാതെ വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിന്നു. അങ്ങനെ ആ പ്രമേയം പാസ്സായിരിക്കും. വെടിനിർത്തൽ ഐകകണ്ഠ്യേന ആവശ്യപ്പെടുന്ന പ്രമേയം കൊണ്ട് ശാന്തമാകുമോ ഗസ? സ്വാഗതം. സ്പെഷ്യൽ എഡിഷനിലേക്ക് നമ്മോടൊപ്പം അതിഥികളായി ഡോക്ടർ അമീർ പിച്ചാൻ, വിദേശകാര്യ വിദഗ്ധൻ, UN മുൻ ഡിപ്ലോമാറ്റാണ് അദ്ദേഹം. വിദേശകാര്യ വിദഗ്ധനായ മോഹൻ വർഗീസ്, PJ വിൻസെൻ്റ് എന്നിവർ ചേരുന്നു. ആദ്യം മോഹൻ വർഗീസ്. ശ്രീ മോഹൻ വർഗീസ്, വളരെ അപൂർവമായ ഒരു കാര്യമാണ് ഒരു ഇസ്രായേലിനെതിരായ ഒരു പ്രമേയം അമേരിക്ക വീറ്റോ ചെയ്യാതെ അത് പാസ്സാവാൻ അനുവദിക്കുക എന്നുള്ളത്. ഇതിൻ്റെ രാഷ്ട്രീയ പ്രാധാന്യം എന്താണ്? ഇതിൻ്റെ പ്രായോഗികത എത്രയാണ്? ജെയിംസ്, അത്യപൂർവമായിട്ടാണ് ഇങ്ങനൊരു പ്രമേയം യുണൈറ്റഡ് നേഷൻസിൽ വരുന്ന ഒരു പ്രമേയം, സെക്യൂരിറ്റി കൗൺസിലിൽ വരുന്ന പ്രമേയം അമേരിക്ക വീറ്റോ ചെയ്യാതെ സഹകരിക്കുന്നത്. നമുക്കറിയാം, ഇതിനു മുൻപ് 3 പ്രമേയങ്ങൾ അമേരിക്ക വീറ്റോ ചെയ്തു. 4ാമത് വന്ന പ്രമേയം അമേരിക്കയ്ക്ക് അനുകൂലമായി വന്നപ്പോൾ റഷ്യയും ചൈനയും വീറ്റോ ചെയ്യുന്നത് നമ്മൾ കാണുകയുണ്ടായി. ഇപ്പോഴിതാ 5ാമത്തെ പ്രമേയം അമേരിക്ക വിട്ടുനിന്നുകൊണ്ട് 15 അംഗ സെക്യൂരിറ്റി കൗൺസിലിൽ 14 അംഗങ്ങളും ആ വെടിനിർത്തൽ പ്രമേയത്തിന് അനുകൂലമായി വോട്ട് ചെയ്യുകയും അമേരിക്ക മാത്രം വിട്ടുനിന്ന് തന്ത്രപരമായി വിട്ടുനിന്ന് സഹകരിക്കുകയും ചെയ്തു. അജിംസ്, ഇവിടെ കാണേണ്ട ഒരു പ്രത്യേക ഒരു അവസ്ഥാവിശേഷമുണ്ട്. അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഇസ്രായേൽ അമേരിക്കയുടെ ഉറ്റ ചങ്ങാതിയാണ്, ഒരു കാരണവശാലും കൈവിടില്ല. എക്കാലത്തും അജിംസ് ഇൻട്രോയിൽ സൂചിപ്പിച്ചതുപോലെ ഇസ്രായേലിനെ താങ്ങി നിർത്തിയിരുന്നത് അമേരിക്കയാണ്, ഇപ്പോഴും താങ്ങി നിർത്തുന്നത് അമേരിക്ക തന്നെയാണ്. പക്ഷേ ഇവിടെ അമേരിക്കയുടെ പ്രിഫറൻസിൽ 2 കാര്യങ്ങളുണ്ടായിരുന്നു. ഒന്ന്, ഹമാസിനെ ഭീകര സംഘടനയായി കരുതി ഹമാസിനെ അപലപിക്കുന്ന ഒരു വാചകം പ്രമേയത്തിൽ ഉണ്ടാവണം. ഹമാസിൻ്റെ ഭാഗത്ത് ആദ്യം തെറ്റ് ചെയ്തു എന്ന് വ്യക്തമാക്കുന്ന ഒരു കാര്യം ഉണ്ടാകണം. അതാണ് ഒരു താല്പര്യം. 2ാമത്തെ താല്പര്യം എന്ന് പറയുന്നത് വെടിനിർത്തൽ ഉണ്ടാകണം, അതുപോലെ ബന്ദികളെ കൈമാറണം. വെടിനിർത്തലിനോടൊപ്പം തന്നെ ബന്ദികളെ കൈമാറ്റവും ഇത് തമ്മിൽ ലിങ്ക് ചെയ്യണം. ഇതിൽ 2ാമത്തെ പരിഗണന സാധിച്ചു. അത് വളരെ 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 സാങ്കേതിക പദങ്ങൾ ഉപയോഗിച്ചാണ് അതിൻ്റെ ആ പ്രമേയം ഐക്യരാഷ്ട്ര സംഘടനയുടെ സെക്യൂരിറ്റി കൗൺസിലിലെ ഈ റെസൊല്യൂഷൻ്റെ വേർഡിങ് പല പ്രാവശ്യം തിരുത്തി. ആ വേർഡിങ്ങിൽ കാണുന്ന കാര്യങ്ങൾ ഇതാണ്: അൺകണ്ടീഷണൽ ഷിഫ്റ്റിംഗ് ഓഫ് ഹോസ്റ്റേജസ്, അതായത് ഒരു കണ്ടീഷനും ഇല്ലാതെ ഉടനടി ബന്ദികളെ കൈമാറ്റം ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഉടനടി വെടിനിർത്തലും പ്രായോഗികമാകണം. ഇതിൽ തർക്കം വന്നത് ലാസ്റ്റിംഗ് സസ്റ്റൈനബിൾ സീസ് ഫയർ, അതായത് നീണ്ടു നിൽക്കുന്നതും സസ്റ്റൈനബിളുമായ ഒരു വെടിനിർത്തലിലൂടെ ആത്യന്തികമായ ഒരു വെടിനിർത്തൽ സാധ്യമാകണം എന്നത് പെർമനൻ്റ് എന്നാണ് ആദ്യം എഴുതിയിരുന്നത്. ഈ പ്രമേയം കൊണ്ടുവന്ന രാജ്യങ്ങൾ, അതിനെ പിന്തുണച്ച സ്പോൺസേഴ്സ് എല്ലാവരും കൂടി പറഞ്ഞത് പെർമനൻ്റ് സീസ് ഫയർ എന്നാണ്. ആ പെർമനൻ്റ് എന്ന വാക്ക് വെട്ടി ലാസ്റ്റിംഗ് സസ്റ്റൈനബിൾ എന്ന് ആക്കുന്നതിന് അമേരിക്കയുടെ സമ്മർദ്ദം കാരണമായി. അങ്ങനെ വരുമ്പോൾ ഇതിനർത്ഥം എന്താ? ഏത് നിമിഷവും ഐക്യരാഷ്ട്ര സംഘടന പ്രഖ്യാപിച്ച സീസ് ഫയർ, വെടിനിർത്തൽ അർത്ഥമില്ലാതെയാകും. അതാണ് അതിൻ്റെ ഇംപ്ലിക്കേഷൻ. അതുമാത്രമല്ല, അമേരിക്ക ഈ പ്രമേയം പാസ്സായതിനു ശേഷം ഉടനടി തന്നെ അമേരിക്ക പറഞ്ഞു, ദിസ് റെസൊല്യൂഷൻ നമ്പർ 2728 2728 എന്ന് പറയുന്ന നമ്പറിലുള്ള ഐക്യരാഷ്ട്ര സംഘടന സെക്യൂരിറ്റി കൗൺസിലിലെ റെസൊല്യൂഷൻ അത് വാലിഡ്, അത് ബൈൻഡിങ് അല്ല. ഈ കൺസേൺഡ് കക്ഷികൾക്ക് മേൽ, ഈ 2 കക്ഷികളുടെ മേലും, അതായത് ഹമാസിൻ്റെ മേലും ഇസ്രായേലിൻ്റെ മേലും ബൈൻഡിങ് അല്ല എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താ? വെടിനിർത്തൽ ജലരേഖയായിട്ട് മാറും. യാതൊരു പ്രാധാന്യവുമില്ലാത്ത ഒരു വെടിനിർത്തലാണ്. ഇവിടെ നമ്മൾ ഐക്യരാഷ്ട്ര സംഘടനയുടെ സെക്യൂരിറ്റി കൗൺസിലിൻ്റെ പ്രവർത്തനം ഒന്ന് നോക്കേണ്ടതുണ്ട്. അതിൻ്റെ ഒരു പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ, ഇങ്ങനെ ഒരു സെക്യൂരിറ്റി കൗൺസിൽ റെസൊല്യൂഷൻ അഡോപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ, പാസ്സായി കഴിഞ്ഞാൽ സംഭവിക്കുന്നത് എന്താണ്? ഈ കക്ഷികൾക്ക് നോട്ടീസ് കൊടുക്കും, അല്ലെങ്കിൽ ആ കക്ഷികൾ അത് അനുസരിക്കാൻ ബാധ്യസ്ഥമാണ്. ഇസ്രായേൽ യുണൈറ്റഡ് നേഷൻസിലെ ഒരു അംഗരാജ്യമാണ്, 193 അംഗ ഐക്യരാഷ്ട്ര സംഘടനയിലെ ഒരു അംഗമാണ്. ഈ അംഗങ്ങൾ ഈ റെസൊല്യൂഷൻ്റെ സ്പിരിറ്റ് ഉൾക്കൊള്ളാൻ ബാധ്യസ്ഥരാണ്. അങ്ങനെ വെടിനിർത്തൽ ഇസ്രായേൽ കൊണ്ടുവന്നില്ല എങ്കിൽ, റെഫ്യൂസ് ചെയ്യുകയാണെങ്കിൽ ചെയ്യാവുന്നത് എന്താ? മറ്റൊരു പ്രമേയത്തിലൂടെ
ഐക്യരാഷ്ട്ര സംഘടനയ്ക്ക് ഒരു ഉപരോധം പ്രഖ്യാപിക്കാം. എംബാർഗോ അല്ലെങ്കിൽ ബ്ലോക്കേഡ് അല്ലെങ്കിൽ ഉപരോധം, സാങ്ഷൻ എന്നൊക്കെ പറയും, സാങ്ഷൻസ് കൊണ്ടുവരാം. അങ്ങനെ സാങ്ഷൻ കൊണ്ടുവരാനോ തീരുമാനം ഉണ്ടാവുകയാണെങ്കിൽ അമേരിക്ക ആ നിമിഷം അത് വീറ്റോ ചെയ്യും. അങ്ങനെ ഇസ്രയേലിനെ ഇനിയും രക്ഷിച്ചെടുക്കാനുള്ള ആവനാഴിയിൽ അനേകം അസ്ത്രങ്ങൾ അമേരിക്കയുടെ കയ്യിൽ അവശേഷിക്കുന്നു എന്നുകൂടി ഓർക്കുക. അതേസമയം ഹമാസ് എന്നത് ഒരു രാജ്യമല്ല, ഹമാസ് ഒരു സംഘടന മാത്രമാണ്. അങ്ങനെ യുണൈറ്റഡ് നേഷൻസിൻ്റെ സെക്യൂരിറ്റി കൗൺസിൽ റെസൊല്യൂഷനെ നേരിട്ട് ഹമാസിൻ്റെ മേൽ ബൈൻഡിങ് ആക്കാൻ സാധിക്കില്ല. അതാണ് കാര്യം. അതുകൊണ്ട് ഇനി വരാൻ പോകുന്നത്, ഇനിയും അജിംസ് ചോദിച്ച പ്രധാന ചോദ്യത്തിലേക്ക് വരുന്നു, ഇനി വരാൻ പോകുന്നത് എന്താണ്? ഇസ്രായേൽ പറഞ്ഞു കഴിഞ്ഞു, ഞങ്ങൾ യാതൊരു കാരണവശാലും ഈ പ്രമേയം അംഗീകരിക്കില്ല, അതനുസരിച്ച് വെടിനിർത്തൽ കൊണ്ടുവരാൻ ഞങ്ങൾ തയ്യാറല്ല. ഞങ്ങൾ ഇതാ റഫ പൂർണ്ണമായി പിടിക്കാൻ ഉദ്ദേശിക്കുന്നു. ഞങ്ങളുടെ പ്രതിനിധികൾ അമേരിക്കയുമായി സംസാരിക്കാൻ തുടങ്ങിയപ്പോഴാണ് ഇങ്ങനെയൊരു പ്രമേയം വന്നത്. ഇപ്പോൾ അടുത്ത ആഴ്ച ഇസ്രയേലിൻ്റെ നയതന്ത്ര പ്രതിനിധികൾ അമേരിക്കയുമായി കൂടിയാലോചിച്ച് റഫ, ഇപ്പോൾ എല്ലാ ആളുകളും ഒരു വലിയൊരു നമ്പർ 23 ലക്ഷം പലസ്തീൻ ആളുകളിൽ അവിടുത്തെ 23 ലക്ഷത്തിൽ ഒരു 11-12 ലക്ഷം ആളുകളും ഇപ്പോൾ തമ്പടിച്ചിരിക്കുന്നത് ഈജിപ്ത് അതിർത്തിയിലുള്ള ഗസയുടെ തെക്കേ അതിർത്തിയിലുള്ള റഫയിലാണ്. ആ റഫ പൂർണ്ണമായും ആക്രമിച്ച് അതെങ്ങനെയാണ് അത് ഇട്ടിച്ച് നേരത്തെ പൂർണ്ണമായും അവിടുത്തെ ഒരു ഹമാസ് സാന്നിധ്യം അവസാനിപ്പിക്കണം എന്ന ഇസ്രായേലിൻ്റെ ആഗ്രഹം, അത് അമേരിക്ക അതിന് പച്ചക്കൊടി കാട്ടിയിട്ടില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ ഒരു മെല്ലപ്പോക്കല്ല, വലിയ മരണസംഖ്യയാണ് നമുക്കറിയാം. ഇപ്പോൾ 32,000 കടന്നിരിക്കുന്നു. ആകെ ജനസംഖ്യ ഓർക്കുക, 23 ലക്ഷം ആളുകളിൽ 32,000 ആളുകൾ ഈ യുദ്ധത്തിൽ കൊല്ലപ്പെട്ടു. അത് വലിയ നരഹത്യയാണ്, മനുഷ്യക്കുരുതിയാണ്, കൂട്ടക്കുരുതിയാണ്. അപ്പോഴും റഫ എന്ന ഒരു തുരുത്ത് പിടിച്ചു നിൽക്കുന്നു. അവിടേക്കുള്ള ആക്രമണം എന്ത് ചെയ്യണം എന്നാലോചിക്കാനാണ് അമേരിക്കയിലേക്കുള്ള പ്രതിനിധി സംഘം. ആ പ്രതിനിധി സംഘം ഇനിയും പോവില്ല എന്നാണ് തീരുമാനിച്ചിരിക്കുന്നത്. ബെഞ്ചമിൻ നെതന്യാഹുവും അമേരിക്കൻ പ്രസിഡന്റുമായുള്ള കൂടിക്കാഴ്ച വേണ്ട എന്ന് വെച്ചു. പക്ഷേ ഒരു കാര്യമുണ്ട്, ഒരു ശുഭരേഖ എന്ന് പറയുന്നത് ഇസ്രായേലിൻ്റെ ഡിഫൻസ് മിനിസ്റ്റർ യോവ് ഗാലന്റ് ഇപ്പോൾ അമേരിക്കയിലുണ്ട്. യോവ് ഗാലന്റുമായി ചർച്ചകളിലാണ്. ഇവിടെ എന്തെങ്കിലും സംഭവിക്കണമെങ്കിൽ, വെടിനിർത്തൽ പ്രാബല്യത്തിലാവണമെങ്കിൽ വലിയേട്ടനായ അമേരിക്ക ഇസ്രയേലിൻ്റെ മേൽ സമ്മർദ്ദം ചെലുത്തിയേ പറ്റൂ, അതിശക്തമായ സമ്മർദ്ദം ചെലുത്തിയേ പറ്റൂ. ഇസ്രയേൽ ഇപ്പോൾ ഇടഞ്ഞു നിൽക്കുകയാണ്. അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അജിംസ് ചോദിച്ച മറ്റേ ചോദ്യത്തിലൂടെ വന്നുകൊണ്ട് അവസാനിപ്പിച്ചുകൊള്ളാം. അതായത് ഇതിൻ്റെ രാഷ്ട്രീയം എന്താണ്? അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നു. അമേരിക്കയിൽ നവംബർ മാസം പ്രസിഡന്റ് തെരഞ്ഞെടുപ്പാണ്. ജോ ബൈഡൻ വേഴ്സസ് ഡൊണാൾഡ് ട്രംപ് ആണെങ്കിൽ ഹീസ് ബ്രീതിങ് ഫയർ ഡൗൺ ദ നെക്ക് ഓഫ് ബൈഡൻ. അപ്പോൾ ബൈഡനെ സംബന്ധിച്ചിടത്തോളം പിടിച്ചു നിൽക്കണം, ട്രംപിൻ്റെ റിപ്പബ്ലിക്കൻ ആക്രമണത്തിൽ നിന്ന് പിടിച്ചു നിൽക്കണം. അതുപോലെ തന്നെ ഡെമോക്രാറ്റിക് പാർട്ടിക്ക് ഉള്ളിൽ വലിയ അസംതൃപ്തി. നമ്മൾ എന്തിനാണ് വെറുതെ ഇസ്രയേലിനെ പിന്തുണച്ചുകൊണ്ട് ലോകരാജ്യങ്ങളുടെ മുമ്പിൽ അപഹാസ്യരാകുന്നത്? എന്തുകൊണ്ട് ഇതിനൊരു ഇമ്മീഡിയറ്റ് സീസ് ഫയർ കൊണ്ടുവന്നുകൂടാ? അത് സഹകരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ബൈഡൻ്റെ മേൽ തൻ്റെ സ്വന്തം പാർട്ടിയായ ഡെമോക്രാറ്റിക് പാർട്ടിയുടെ ഭാഗത്തു നിന്ന് വലിയ സമ്മർദ്ദമുണ്ടാകുന്നു. ഈ സമ്മർദ്ദങ്ങൾക്ക് മധ്യയാണ് അമേരിക്കയ്ക്ക് ഈ പ്രമേയം അംഗീകരിക്കേണ്ടി വന്നത്. അത് ഇസ്രായേലിനെ ചൊടിപ്പിച്ചു. മറുവശത്ത് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു വലിയ സമ്മർദ്ദമാണ് നേരിടുന്നത് രണ്ട് ഭാഗത്തു നിന്നും. ഒന്ന്, ഹാർഡ് ലൈനേഴ്സ്, റൈറ്റ് വിങ് എക്സ്ട്രീമിസ്റ്റ് ഹാർഡ് ലൈൻ ജൂയിഷ് പാർട്ടീസ്. അവർ പറയുന്നത് ഒരു വിട്ടുവീഴ്ചയും സാധ്യമല്ല, പൂർണ്ണമായി ഹമാസിനെ കൊമ്പുകുത്തിക്കണം, ഗസ പിടിച്ചെടുക്കണം എന്നാണ് അവർ പറയുന്നത്. അത് ചെവിക്കൊള്ളാതിരിക്കാൻ അദ്ദേഹത്തിനാവില്ല. അതുപോലെ തന്നെ മറുവശത്ത് ഇതിനുള്ളിൽ തന്നെ ബന്ദികളാക്കിയ 134 ബന്ദികൾ ഇപ്പോഴുമുണ്ട്. 256 പേരെയാണ് ബന്ദികളാക്കിയത്. അതിൽ 136 പേർ, കുറച്ചുപേരെ കഴിഞ്ഞ വെടിനിർത്തൽ സമയത്ത് മോചിപ്പിക്കപ്പെട്ടു. ബാക്കിയുള്ള ബന്ദികളുണ്ട്. ഈ ബന്ദികളുടെ റിലേറ്റീവ്സ്, ബന്ധുക്കൾ അതിശക്തമായ സമ്മർദ്ദമാണ് നെതന്യാഹുവിൻ്റെ മേൽ ചെലുത്തുന്നത്. അതുകൊണ്ട് ചെകുത്താനും ചെങ്കടലിനും ഇടയിൽപ്പെട്ട ഒരവസ്ഥയിലാണ് രണ്ട് നേതാക്കളും, ബെഞ്ചമിൻ നെതന്യാഹു ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്നും അമേരിക്കയിൽ ജോ ബൈഡനും, വളരെ വലിയൊരു വൈതരണിയിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. അതുകൊണ്ട് ഈ രണ്ട് രാജ്യങ്ങളുടെയും പോളിറ്റിക്സ് കൂടി മനസ്സിലാക്കാതെ ഈ വിഷയത്തിൻ്റെ പരിഹാരത്തെക്കുറിച്ചുള്ള ചർച്ചകൾ പൂർണ്ണമാവില്ല എന്നാണ് എൻ്റെ ഒരു നിരീക്ഷണം. ശ്രീ അമീർ പിച്ചൻ, ഇസ്രായേലിനെതിരായ ഒരു പ്രമേയം വീറ്റോ ചെയ്യാതെ മാറി നിന്ന് അത് പാസ്സാവാൻ അമേരിക്ക അനുവദിക്കുക എന്നുള്ളത് അപൂർവമായൊരു കാര്യമാണ്. പക്ഷേ അത് പാസ്സായി കഴിഞ്ഞ തൊട്ടുടനെ തന്നെ വൈറ്റ് ഹൗസിൻ്റെ പ്രസ്താവന പുറത്തു വരുന്നു, അത് നോൺ ബൈൻഡിങ് ആണ് ആ പ്രമേയം എന്ന്. അങ്ങനെ അമേരിക്ക അത് പറയുന്നതിൻ്റെ ലക്ഷ്യം എന്താണ്? യഥാർത്ഥത്തിൽ ഈ UN സെക്യൂരിറ്റി കൗൺസിൽ ഒരു പ്രമേയം പാസ്സാക്കിയാൽ അതൊരു അന്താരാഷ്ട്ര നിയമമായി ഡിഫോൾട്ട് മാറില്ലേ? അജിംസ്, താങ്ക്സ് ഫോർ ഹാവിങ് മീ. വളരെ ശരിയാണ്. ഇസ്രായേലിന് എതിരായുള്ള ഒരു പ്രമേയം അമേരിക്ക വീറ്റോ ചെയ്യാതെ നടത്തി എന്നുള്ളത്
Hope that you can hear me, അല്ലേ? കേൾക്കാം, പറഞ്ഞോളൂ. ഓക്കെ. ഇസ്രായേലിനെതിരായിട്ടുള്ള ഒരു പ്രമേയം അമേരിക്ക വീറ്റോ ചെയ്യാതെ അതിന് മാറി നിന്ന് ഡിഡ്ന്റ് വോട്ട് അഗെയിൻസ്റ്റ് ഇറ്റ്, ബട്ട് ദേ അബ്സ്റ്റെയിൻഡ് ഫ്രം ഇറ്റ്. അതുകൊണ്ട് 14-0 എന്നുള്ള രൂപത്തിൽ അത് പാസ്സായി വന്നത് എൻ്റെ മുമ്പുള്ള എക്സ്പേർട്ട് പറഞ്ഞ മാതിരി ഒരു ചരിത്ര സംഭവം തന്നെയാണ്. പക്ഷേ ഇത് ചെയ്ത ഉടനെ തന്നെ അവിടെ ഇസ്രായേലി പ്രതിനിധിയും ഇസ്രായേലി അംബാസിഡറും കൂടെ അവിടെ പ്രസ്താവന നടത്തിയ സമയത്ത് നിങ്ങൾ നിരീക്ഷിച്ചൊന്നും എനിക്കറിയില്ല, UN സെക്യൂരിറ്റി കൗൺസിൽ ഹി എക്സ്പ്ലോഡഡ്, ഇസ്രായേലി അംബാസിഡർ എക്സ്പ്ലോഡഡ്. ആൻഡ് അതോടുകൂടി അവർ തമ്മിലുള്ള റിലേഷൻഷിപ്പിൽ കുറച്ച് ചെറിയൊരു ഗ്യാപ്പ് വന്നു. ഉടനെ തന്നെ US അംബാസിഡർ ടു ദ യുണൈറ്റഡ് നേഷൻസ് പറഞ്ഞു ഇതൊരു നോൺ ബൈൻഡിങ് റെസൊല്യൂഷൻ. വീണ്ടും മാത്യു മില്ലർ, ദ സ്പോക്സ് പേഴ്സൺ for the US spokesperson in the press conference, 2 or 3 times he repeated in response to in the news briefings, അത് നോൺ ബൈൻഡിങ് ആണ്. ജെയ്ക്ക് സള്ളിവൻ, നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസർ, അവരും പറഞ്ഞു റിപ്പോർട്ട് ചെയ്ത് നോൺ ബൈൻഡിങ് റെസൊല്യൂഷൻ ആണെന്നുള്ളത്. അപ്പൊ നോൺ ബൈൻഡിങ്, ഇസ്രായേൽ നോൺ ബൈൻഡിങ് ആണെങ്കിൽ അത് ഹമാസിനും മറ്റവർക്ക് നോൺ ബൈൻഡിങ് ആയിരിക്കുമല്ലോ. ഇനി ഈ UN സെക്യൂരിറ്റി കൗൺസിൽ, ഞാൻ അജിന് ചോദിച്ച ചോദ്യത്തിന്റെ ഉത്തരത്തിലേക്ക് വരാം. UN സെക്യൂരിറ്റി കൗൺസിൽ നോൺ ബൈൻഡിങ് ആണോ അല്ല എന്നുള്ളത് എവരി ലീഗൽ എക്സ്പേർട്സ് എല്ലാവരും പറയുന്നതെന്ന് വെച്ചാൽ UN സെക്യൂരിറ്റി കൗൺസിൽ റെസൊല്യൂഷൻ ഈസ് ബൈൻഡിങ്, ലീഗലി ബൈൻഡിങ്. അത് 1971 ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ് ഹാസ് പാസ്ഡ് എ റൂളിംഗ് അഗൈൻസ്റ്റ് ദാറ്റ് വൺ. UN സെക്യൂരിറ്റി കൗൺസിൽ ഈസ് ബൈൻഡിങ് ആണെന്നുള്ളത്. അപ്പൊ ഇവർ ഈ പറയുന്നത് നോൺ ബൈൻഡിങ് ആണെന്ന് പറയുന്നത് താൽക്കാലികമായിട്ട് ഇസ്രായേലിനൊന്ന് പിടിച്ചു നിർത്താനും ഒരു എന്താ പറയാ ഒരു മയപ്പെടുത്താനുള്ള ഒരു വിദ്യയായി മാത്രമേ കാണാൻ പറ്റുള്ളൂ. അത് എക്സ്പേർട്സിനോട് ചോദിക്കുന്ന സമയത്ത് അവർ വീണ്ടും പറഞ്ഞത് അത് അൺഫാക്ച്വൽ ആണ്, അത് ശരിയല്ല, തെറ്റാണെന്നുള്ളതാണ്. അപ്പൊ അതിന് മുൻപുള്ള ഹിസ്റ്ററി ഉണ്ട്. നിങ്ങളറിയാം, പണ്ട് ഇറാഖ് കുവൈത്തിനെ ഇൻവേഡ് ചെയ്ത സമയത്ത് UN സെക്യൂരിറ്റി കൗൺസിൽ പാസ്ഡ് റെസൊല്യൂഷൻ വിച്ച് വാസ് ലീഗലി ബൈൻഡിങ്. ആ ലീഗലി ബൈൻഡിങ് അത് മെമ്പർ സ്റ്റേറ്റ്സ് അത് അനുസരിച്ചില്ലെന്നുണ്ടെങ്കിൽ UN സെക്യൂരിറ്റി കൗൺസിൽ ക്യാൻ ടേക്ക് ആക്ഷൻസ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സാങ്ഷൻസ് കൊണ്ടുവരാം, മിലിറ്ററി ആക്ഷൻസ് കൊണ്ടുവരാം. എന്നിട്ട് അവിടുന്ന് ദിസ് ഈസ് വാട്ട് ഹാപ്പൻ ഇൻ ഇറാഖ് കേസ്. വീണ്ടും അത് പിന്നെ ഫോമർ യൂഗോസ്ലാവിയയിൽ നമ്മൾ കണ്ടതാണ്. അപ്പൊ UN സെക്യൂരിറ്റി കൗൺസിൽ റെസൊല്യൂഷൻ ഈസ് ലീഗലി ബൈൻഡിങ്. അത് ശരിയല്ല എന്ന് പറയുന്നത് ഒരു താൽക്കാലികമായിട്ട് ഒരു മയപ്പെടുത്താനുള്ളതാണ്. ഇതിൽ വേറൊരു കാര്യം കൂടി ഞാൻ പറഞ്ഞോട്ടെ. ദ ഡിഫറൻസസ് ബിറ്റ്വീൻ US, ഇപ്പം നേരത്തെ പറഞ്ഞു US ആൻഡ് ഇസ്രായേൽ കുറച്ച് അകന്നിരിക്കുകയാണെന്നുള്ളത്. അതിന് ചെറിയൊരു കാരണം കൂടി ഉണ്ട്. പക്ഷേ the atrocities that Israel has been carrying out in Gaza, the brutality, indiscriminate killing, destruction of hospitals, living infrastructure, shooting and killing every man, adult and boy, ഇത് ആ ബ്രൂട്ടാലിറ്റി ഒരു ടോളറൻസ് ലെവൽ വിട്ടുപോയി. ഒരു മനുഷ്യർക്ക് മനസ്സിലാകാൻ പറ്റുന്ന രൂപത്തിലുള്ള ടോളറൻസ് അത് സഹിക്കാൻ പറ്റാത്തതിലും കൂടുതലായി പോയി. അതുകൊണ്ട് എന്തായി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ജനങ്ങളും രാജ്യങ്ങളും കംപ്ലീറ്റ് ഇതിനെതിരായിട്ട് ഒന്നിക്കാൻ തുടങ്ങി. അതൊരു വല്ലാത്തൊരു പ്രശ്നമായി US-നും ഇസ്രായേലിനും തോന്നുന്നില്ല, പക്ഷേ അമേരിക്കക്ക് ഇത് വല്ലാത്ത പ്രഷറായി. സോ ഫോർ US, as far as US is concerned, Netanyahu is a spoiled child. ഒരു സ്പോയിൽഡ് ചൈൽഡിന് നമ്മൾ എന്താ ചെയ്യുക? യു ഗിവ് ദം എ പാറ്റ് ഓൺ ദ ബാക്ക്. Spoiled child will not get everything what they ask for. Okay, so I will say that I will not veto the resolution that is coming now, but I will say that it is not binding. So Israel can continue to do the atrocities again. ഇതുകൊണ്ട് ഗാസയിൽ താൽക്കാലികമായിട്ട് ഇപ്പോൾ ഒന്നും നടക്കാൻ പോകുന്നില്ല. The people in the Gaza is going to suffer. They will be killed. They will be continue to receive the bombardment. They will be the famine. Forced starvation is being used as a weapon of war now. അവർക്ക് പോകുന്ന ഭക്ഷണങ്ങളും മെഡിസിൻസും കംപ്ലീറ്റ്ലി കട്ട് ഓഫ് ചെയ്തിരിക്കുകയാണ് ഇസ്രായേൽ. മെനി പീപ്പിൾ ഇൻക്ലൂഡിങ് UN ഓർഗനൈസേഷൻസും അവിടെ വർക്ക് ചെയ്യുന്ന മെഡിസിൻ സാൻസ് ഫ്രോണ്ടിയേഴ്സ് പോലുള്ള ഓർഗനൈസേഷൻസും വേരിയസ് റിപ്പോർട്ടും മറ്റൊന്നും മറിച്ചും കൊടുത്ത് ഞാൻ വായിക്കാനിടയായി. സോ അതിലെല്ലാവരും പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദിസ് ഇസ് എ ഫോഴ്സ്ഡ് സ്റ്റാർവേഷൻ. EU foreign policy chief Philip on the other day publicly said that Israel is using starvation as a weapon of war. അപ്പൊ താൽക്കാലികമായിട്ട് ഇപ്പോൾ ഇവിടെ ഒന്നും നടക്കാൻ പോകുന്നില്ല. People will continue to suffer.
ഇന്നലെ റെസൊല്യൂഷൻ പാസ്സാക്കി വിത്തിൻ ഹാഫ് ആൻ അവർ ദേ ബോംബ്ഡ് എ ഹൗസ് ഇൻ ഗാസ. ഓക്കെ, അവിടെ ഹമാസും ഇല്ല, ആരുണ്ടായിരുന്നില്ല. ഓൺലി ഫാമിലീസ് വാസ് ബ്രേക്കിംഗ് ദ ഇഫ്താർ. അവിടെ 19 പേരാണ്, ഇൻക്ലൂഡിംഗ് 4 ചിൽഡ്രൻസ്, ഇന്നലെ മരിച്ചത്. സോ അവർ ആ റെസൊല്യൂഷനെതിരായിട്ട് അപ്പൊ തന്നെ കൊടുത്ത സമ്മാനം, ഈ ഗാസക്ക് ഉള്ള ആൾക്കാർ കൊടുത്ത സമ്മാനം ഇമ്മീഡിയറ്റ് ബോംബിംഗ് കൊണ്ടാണ്. സോ ദിസ് ഈസ് വാട്ട് ഈസ് ഹാപ്പനിങ് നൗ. ഇനി ഇത് എങ്ങനെ അവസാനിപ്പിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ആസ് ദ പ്രീവിയസ് ഡെലിഗേറ്റ് സെഡ്, ഓൺലി US ക്യാൻ take actions, put pressure and take actions and sanctions on Israel to and say enough is enough, stop the war. അത് അവർ ചെയ്യുന്നുള്ളത് താൽക്കാലികമായി എനിക്ക് തോന്നുന്നില്ല. അതിന് ഉള്ള പല കാരണങ്ങളുണ്ട്. അത് സമയം ഉണ്ടെന്നുണ്ടെങ്കിൽ എക്സ്പ്ലെയിൻ ചെയ്യാം. ദാറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദി ഇൻട്രിക്കേറ്റ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ US ആൻഡ് ഇസ്രായേൽ. ഡോക്ടർ അമീർ പിച്ചൻ, ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇതിന് ടൈമിംഗ് ആണ്. കാരണം ഇതൊരു ഇലക്ഷൻ ഇയർ ആണ് അമേരിക്കയെ സംബന്ധിച്ച്. അത് തന്നെയാണ് അവർക്ക് മേൽ സമ്മർദ്ദം വരാനുള്ള കാരണം എന്നുള്ള കാര്യം വ്യക്തവുമാണ്. പക്ഷേ UN രക്ഷാസമിതിയിലെ UN സെക്യൂരിറ്റി കൗൺസിലിലെ മറ്റൊരംഗം ഈ ഇസ്രായേലിന് മേൽ സാങ്ഷൻ വേണമെന്ന് ആവശ്യപ്പെട്ട് ഒരു പുതിയ പ്രമേയമായി വന്നാൽ പിന്നീട് എന്തായിരിക്കും സംഭവിക്കുക? ഇസ്രായേലിന്റെ മേൽ സാങ്ഷൻസ് വേണമെന്നൊരു ദാറ്റ് ഈസ് ക്വൈറ്റ് ലൈക്ലി ടു കം. അതായത് പലസ്തീനിയൻ അംബാസഡർ വീണ്ടും ഇന്നലെ സൂചിപ്പിക്കുകയും ചെയ്തു. അത് വന്നു കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മിക്കവാറും അത് US വീറ്റോ ചെയ്യും. ഒരു ഇസ്രായേലിനെതിരെയുള്ള ഒരു സാങ്ഷൻ US അംഗീകരിക്കുക എന്നുള്ളത് ഇറ്റ് ഈസ് വെരി അൺലൈക്ലി ടു വി ക്യാൻ തിങ്ക് ലൈക്ക് ദാറ്റ്. ഇറ്റ് ഈസ് ഗോയിങ് ടു ഹാപ്പൻ. ഇപ്പൊ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരു കാര്യം ഞാൻ പറയാം. Israeli defense minister is already in Washington. He has gone over there with a shopping list of weapons that they want to continue the war, to continue the killing of the people in Gaza. So അവിടുന്ന് ഹീസ് ഓൾറെഡി ദർ. അപ്പൊ അവിടെ വാഷിംഗ്ടണിൽ നിന്നുകൊണ്ട് ഇസ്രായേലി ഡിഫൻസ് മിനിസ്റ്റർ പറഞ്ഞെന്ന് വെച്ചാൽ they have got a moral imperative to continue the war. End of quote. Prime Minister Netanyahu immediately dismissed and said that they will continue the war. Israeli foreign minister also echoed the same thing. പിന്നെ far right ഇസ്രായേൽ ഭരണത്തിലിരിക്കുന്ന ബെൻ കവീർ, സ്മോട്രിച്ച്, ഇവരൊക്കെ they will not accept any ceasefire. They want to continue the war. ഇതിന് അവർ പറയുന്ന ഒരു ന്യായം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇൻ നെതന്യാഹുവിന്റെ ഹിസ് ഓൺ ടേംസ് 3/4 ഓഫ് ദ ഹമാസിന് അവർ തീർത്തു കഴിഞ്ഞു. 1/4 ഗാസയിലാണ് റാഫയിലാണ് ഇരിക്കുന്നത് എന്നുള്ളതാണ്. ഇപ്പൊ പ്രീവിയസ് ഡെലിഗേറ്റ് പറഞ്ഞ മാതിരി അവർ റാഫേൽ പോയിട്ട് ആ 1.5 മില്യൺ ആൾക്കാരാണ് ആ റാഫേലുള്ളത്. അവിടെയും പോയി യുദ്ധം ചെയ്ത് അവിടെയും പോയി ഇൻഡിസ്ക്രിമിനേറ്റ് ആൾക്കാരെ കൊന്നു തീർക്കണം എന്നുള്ള ഒരു പ്ലാനിലാണ് അമേരിക്കയും ഇസ്രായേലും തൽക്കാലം പെടഞ്ഞു നിൽക്കുന്നത്. ദർ വിൽ ബി ടു മച്ച് ഫോർ പീപ്പിൾ ടു അബ്സോർബ്. ആ ഒറ്റ കാരണം കൊണ്ട് അത്രയും സിവിലിയൻ കാഷ്വാലിറ്റീസ് വരും. പക്ഷെ ഇതിൽ വേറൊരു കാരണം ഞാൻ മനസ്സിലാക്കിയത് ബിക്കോസ് ഐ ഹാവ് ബീൻ ഫോളോയിങ് ദിസ് ഫോർ ഡീക്കേഡ്സ് നൗ. ഹമാസിനെ ഇല്ലാതാക്കുക എന്നുള്ളതല്ല ഇപ്പോഴത്തെ ഇസ്രായേലിന്റെ ഉദ്ദേശം, അല്ലെങ്കിൽ ബന്ദികളെ വിട്ട് കൊണ്ടുവരാന്നുള്ളതല്ല. അതൊക്കെ സെക്കൻഡ് പ്രയോറിറ്റീസ് ആണ്. വാട്ട് ദേ വാണ്ട് ടു ഡു ഈസ് ടു ഡു ദ എത്നിക് ക്ലീനിങ് ഓഫ് ഗാസ, എക്സ്റ്റെർമിനേഷൻ ഓഫ് ദ പീപ്പിൾ ആൻഡ് തിന്നിങ് ദ പോപ്പുലേഷൻ. അങ്ങനെ ചെയ്യുന്നതോട് കൂടിയിട്ട് എന്താ സംഭവിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്നിട്ട് അവിടെ ഇസ്രായേലി പൗരന്മാരെയും സെറ്റിലേഴ്സിനെയും കൊണ്ടിട്ട് പലയിടത്തുമായിട്ട് താമസിപ്പിച്ചു കഴിഞ്ഞാൽ ഇവരൊരു വോയിസ് ഇല്ലാത്ത ഒരു സബ് ഹ്യൂമൻസ് ആയിട്ടുള്ള അവർ പറഞ്ഞ മാതിരി ഒരു കൂട്ടം ആൾക്കാരായിട്ട് കുറച്ച് ആൾക്കാർ അവിടെ ഉണ്ടാവും, ബാക്കിയുള്ളവരൊക്കെ അവിടെ നിന്ന് പുറത്താക്കും. ഇപ്പോൾ ദാറ്റ് ഈസ് ദ ഫണ്ടമെന്റൽ റീസൺ വൈ ദേ ആർ യൂസിങ് സ്റ്റാർവേഷൻ ഇൻ ദിസ് കേസ് ആസ് എ വെപ്പൺ ഓഫ് വാർ, ബിക്കോസ് പീപ്പിൾ വിൽ ഡൈ, ടേക്ക് എ സ്ലോ ഡെത്ത്. കമ്മിങ് ജനറേഷൻസ് ചിൽഡ്രൻസിനൊന്നും വേണ്ടത്ര പോഷകാഹാരം കിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്താ സംഭവിക്കുക എന്ന് വെച്ചാൽ അവരുടെ ഗ്രോത്തിലും അത് വളരെ എഫക്റ്റ് ചെയ്യും. The ladies and women, when they give birth, that also the children will be affected. So they will have a population which is incapable of doing anything. അത് വരുത്തി തീർക്കാന്നുള്ള ഒരു ആവശ്യം കൂടിയും അവർക്കുള്ള മാതിരിയാണ് ഇതിപ്പോ ഈ വാർ നടത്തിക്കൊണ്ടാ തോന്നുന്നത്. അതുകൊണ്ടാണ് ഇത്രയും നിങ്ങളെ വീഡിയോയിൽ കാണിക്കുന്ന മാതിരി ഇത്രയും ഇൻഡിസ്ക്രിമിനേറ്റ് ബോംബിങ്ങും കംപ്ലീറ്റ് നശിപ്പിക്കലും ഒരു ക്രിമിനൽ അട്രോസിറ്റീസും കൊണ്ട് ഇത് മുമ്പോട്ട് പോകുന്നത്. ശരി, ശ്രീ മോഹൻ വർഗീസ്, ഒരു വശത്ത് വെടിനിർത്തലിന് വേണ്ടി നയതന്ത്ര വിദഗ്ധർ നിരന്തരം ശബ്ദമുയർത്തുക,
മറുവശത്ത് അതേ രാജ്യങ്ങൾ തന്നെ ആയുധം കൊടുക്കുക. ഉദാഹരണത്തിന് കാനഡ, ഇറ്റലി. കാനഡ അവരുടെ പാർലമെൻറ്റിൽ തന്നെ പ്രഖ്യാപിച്ചതാണ് ഇനി ആയുധ കയറ്റുമതി ഇല്ല ഇസ്രായേലിന് എന്ന്. 2 ദിവസം കഴിയുമ്പോൾ പറയുന്നു അവർ മുൻകാലങ്ങളിൽ ചെയ്തിട്ടുള്ള കരാറുകളോട് അവർ ബൈൻഡിങ് ആണ്, അതിനെ ബഹുമാനിക്കണമെന്ന് പറയുന്നു. അപ്പോൾ യഥാർത്ഥത്തിൽ ഇവർ ഈ പറയുന്ന റെട്ടറിക്സൊക്കെ ഈ പബ്ലിക് സെൻറ്റിമെൻസിനെ അടക്കാൻ വേണ്ടി മാത്രമാണോ? അങ്ങനെ വേണം അജംസ് കരുതാൻ. ഒരു ഡബിൾ സ്റ്റാൻഡേർഡ്സ്, ഇരട്ടത്താപ്പ് അവിടെ പ്രകടമാണ്. നമ്മളിപ്പോൾ ഈ കേരളത്തിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്, രാഷ്ട്രീയ കക്ഷികൾ പറയുന്നൊരു കാര്യമുണ്ട്, ഭരണത്തിലിരിക്കുന്ന കക്ഷികൾ പറയുന്നൊരു കാര്യമുണ്ട്, ഞങ്ങൾ ഭരണവും സമരവും ഒരുമിച്ച് കൊണ്ടുപോകും. ഇത് ഭരണവും സമരവും ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് നമുക്കറിയാം. ഇതേപോലെ തന്നെയാണ് അന്താരാഷ്ട്ര സമൂഹത്തിൻ്റെ മുമ്പിലും ദേ ടേക്ക് എൻ ഓപ്പൺ പൊസിഷൻ. പറയുകയാണ്, ഞങ്ങൾ സമാധാനത്തിന് വേണ്ടി നിൽക്കുന്നു, ഞങ്ങളിതാ റാഫയിലേക്ക് ഇസ്രായേൽ കടന്നു കയറി കൂട്ടക്കുരു നടക്കുന്നതിനെ എന്ത് വില കൊടുത്തും എതിർക്കും, ഞങ്ങൾ വെടിനിർത്തലിന് അനുകൂലമാണ്. ഇത് പരസ്യമായിട്ട് അമേരിക്ക പോലെയുള്ള രാജ്യങ്ങൾ പറയുകയും രഹസ്യമായിട്ട് അജിംസ് സൂചിപ്പിച്ചതുപോലെ ഇസ്രായേലിന് ആയുധങ്ങൾ കൈമാറുകയും ചെയ്യുകയാണ്. ഇതിൻ്റെ പേരാണ് ഒന്നാന്തരം അവസരവാദം, ഇരട്ടത്താപ്പ്. എനിക്ക് മുമ്പ് സംസാരിച്ച ശ്രീ ആമിർ പിച്ചാൻ പറഞ്ഞത് 100% ശരിയാണ്. ഇവിടെ പോയിരിക്കുന്നത് ഇസ്രായേലി ഡിഫൻസ് മിനിസ്റ്റർ യോവ് ഗാലന്റ് ഈസ് നൗ ഇൻ വാഷിങ്ടൺ. അദ്ദേഹം പോയിരിക്കുന്നത്, അദ്ദേഹം ഉപയോഗിച്ച വാക്ക് ഷോപ്പിംഗ് ലിസ്റ്റുമായിട്ടാണ്, കുറേ കുറിപ്പടികളുമായിട്ടാണ്, വാങ്ങേണ്ട കാര്യങ്ങൾ. ഈ വാങ്ങേണ്ട കാര്യങ്ങളെല്ലാം തന്നെ ആഴ്സണലാണ്, ആംസ് ആൻഡ് അമ്യുണേഷൻസ്. ഇസ്രായേലിന് അത്യന്താധുനികമായ ആയുധങ്ങളും ടെക്നോളജിയും നൽകുന്നത് മറ്റാരുമല്ല, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക തന്നെയാണ്. അവിടെ ഒരേ സമയം തന്നെ, ഒരേ ശ്വാസത്തിൽ തന്നെ സമാധാനം വേണമെന്ന് പറയുകയും ഈ പ്രശ്നത്തിന് കാരണക്കാരായ അല്ലെങ്കിൽ നരഹത്യ നടത്തുന്ന, ഏകപക്ഷീയമായ ആക്രമണം നടത്തുന്ന ഇസ്രായേലിനെ ആയുധ കൂമ്പാരം ഒരുക്കാൻ സഹായിക്കുകയും ചെയ്യുന്നതിൻ്റെ വൈരുദ്ധ്യം, ഈ വൈരുദ്ധ്യത്തെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കേണ്ടത്. ഇതെന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു എന്ന് പറയാം. ഇത് സംഭവിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ദ ഇൻട്രസ്റ്റ് ഓഫ് ബോത്ത് ഇസ്രായേൽ ആൻഡ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് കൺവേർജ്. അത് വലിയ ഒരു കാര്യമാണ്. ഒന്ന്, ടെക്നോളജിയുടെ കാര്യത്തിലും ഈ ഹ്യൂമൻ ടു ഹ്യൂമൻ കോൺടാക്റ്റ് ഉണ്ട്. ഒരു അറബ് ഇസ്ലാമിക് സിവിലൈസേഷൻ, അതിനെ ഒരു പാശ്ചാത്യ സംസ്കാരം ഫലപ്രദമായി തടയുന്നത് ആ പ്രദേശത്തുള്ള, മധ്യപൗരസ്ത്യ പ്രദേശത്തുള്ള ഏതെങ്കിലും ഒരു ശക്തമായ അലയുടെ സുഹൃത്തിൻ്റെ സഹായത്തോടു കൂടിയാണ്. അവർക്ക് കിട്ടാവുന്ന ഏറ്റവും ഡിപ്പെൻഡബിൾ അലായി അഥവാ സുഹൃത്ത്, ചങ്ങാതി, സഖ്യകക്ഷിയാണ് ഇസ്രായേൽ. അങ്ങനെ ഇതിനെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകണമെങ്കിൽ ഒരു സിവിലൈസേഷണൽ കോൺഫ്ലിക്റ്റാണ് ഇവിടെ നടക്കുന്നത്. അത് 1993 തന്നെ ഈ വേൾഡ് ട്രേഡ് സെൻറ്റർ ആക്രമണം നടന്ന 2001 വളരെ മുൻപ് തന്നെ ഇത് വിഖ്യാതരായ ചിന്തകന്മാർ പറഞ്ഞു കഴിഞ്ഞു. അതായത് പലരും അമേരിക്കയിൽ തന്നെയുള്ള പല ചിന്തകന്മാരും അത് പറഞ്ഞതുമാണ്. അതായത് ക്ലാഷ് ഓഫ് സിവിലൈസേഷൻ ആൻഡ് ദ റീമേക്കിംഗ് ഓഫ് ദ വേൾഡ് ഓർഡർ എന്ന പുസ്തകത്തിലൂടെ ശ്രീ സാമുവൽ ഹണ്ടിങ്ടൺ, ഡോക്ടർ സാമുവൽ ഹണ്ടിങ്ടൺ, പൊളിറ്റിക്കൽ സയൻറ്റിസ്റ്റ്, മുൻകൂട്ടി പ്രവചിച്ചതാണ്. ഈ സംസ്കാരങ്ങളുടെ താല്പര്യങ്ങൾ വ്യത്യസ്തമാണ്. ഒരു പാശ്ചാത്യ സംസ്കാരം അവർ പിന്തുടരുന്ന ഒരു സാമ്പത്തിക ക്രമമുണ്ട്. ആ ക്രമം കമ്പോളവൽകൃത ക്രമമാണ്. അവിടെ ജനാധിപത്യം എന്ന് പറയുന്നത് ആ കമ്പോള വ്യവസ്ഥിതിയെ നിലനിർത്താനുള്ള ക്രമമാണ്. അവർ ക്യാപിറ്റലിസ്റ്റിക്കാണ്, ഡെമോക്രാറ്റിക്കാണ്, അവരുടേതായ സംസ്കാരമുണ്ട്. ഇതിൽ നിന്ന് തികച്ചും വ്യത്യസ്തമാണ് അറബ് ഇസ്ലാമിക് ലോകത്തെ സംസ്കാരം. അവിടെ ജനാധിപത്യം ഉണ്ട് എന്ന് പറയുമ്പോഴും മറ്റൊരു ക്രമമാണ്. അവിടെ ശരീരത്ത് അധിഷ്ഠിതമായ ചില ചിന്തകൾ അവിടെ ഉണ്ട്, ഇസ്ലാമിക നിയമങ്ങളുണ്ട്, ജീവിത രീതി വ്യത്യസ്തമാണ്. ഈ രണ്ട് സംസ്കാരങ്ങളും തമ്മിൽ സംഘടനയിൽ ഏർപ്പെടും. ഒരു വശത്ത് ആളും അർത്ഥവും വളരെ കൂടുതലാണ്. എല്ലാ ടെക്നോളജിയും, എല്ലാ ഇൻഫർമേഷനും, ലോകത്തിൻ്റെ മാധ്യമങ്ങളും എല്ലാം ഒരു വശത്ത് തമ്പടിക്കുന്നു. മറുവശത്ത് ഇതുപോലെയുള്ള ചെറിയ റെസിസ്റ്റൻസിലൂടെ മാത്രമാണ്, ഹമാസിലൂടെയും ഹിസ്ബുള്ളയിലൂടെയും ബൊക്ക ഹറാമിലൂടെയും ഒക്കെ പല പല ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ, അൽ ഖൈദയിലൂടെയും ISIS-ലൂടെയും ജമ്മു ആൻഡ് കശ്മീരിൽ പോരാടുന്ന തീവ്രവാദികളിലൂടെയും. അപ്പോൾ ഈ ഒരു കോൺഫ്ലിക്റ്റ് അവിടെ വളരെ വലുതാണ്. ഈ അറബ് രാജ്യങ്ങൾ പൊതുവേ പാശ്ചാത്യ ചേരിയോടൊപ്പം ചേർന്ന് നിൽക്കാൻ, രാഷ്ട്രീയമായി ചേർന്ന് നിൽക്കാൻ, സൈനികമായി ചേർന്ന് നിൽക്കാൻ വിധിക്കപ്പെടുകയാണ്. പക്ഷേ അറബി പ്രദേശത്തെ ജനങ്ങളുടെ ഒരു താല്പര്യം കുറച്ചുകൂടി വ്യത്യസ്തമാണ്. ഇതിനെ ഒരു സംയോജിപ്പിച്ച് പോകാൻ ഉള്ള ശ്രമമാണ് ഇപ്പോൾ അമേരിക്ക നടത്തുന്നത്. അതുകൊണ്ട് ഒരേ സമയം തന്നെ ഇസ്രയേലിനെ കൈവിടാതിരിക്കുകയും
എന്നാൽ അറബികൾക്ക് സ്വീകാര്യമെന്ന് പൊതുവേ തോന്നാവുന്ന രീതിയിലുള്ള മയപ്പെടുത്തിയ പ്രസ്താവനകൾ നടത്തുകയും ചെയ്യുന്ന ഒരു നീക്കത്തിലാണ് അമേരിക്ക ഇപ്പോൾ ഏർപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ടാണ് വെടിനിർത്തൽ വേണം, ഞങ്ങൾ എതിർത്തില്ലല്ലോ. അമേരിക്കയ്ക്ക് പറയാം, ഞങ്ങൾ വെടിനിർത്തൽ പ്രമേയം എതിർത്തില്ലല്ലോ, ഞങ്ങൾ വിട്ടുനിന്നതല്ലേ ഉള്ളൂ. ആ വിട്ടുനിൽക്കാനുള്ള കാരണമായി അമേരിക്ക പറഞ്ഞത് എന്താണ്? അതിലൊരു വാചകവും കൂടെ വേണമായിരുന്നു. ഹമാസ് ഒരു ഭീകര സംഘടനയാണ്, ഹമാസ് ആണ് ഇതിനെല്ലാം കാരണക്കാരൻ, അതുകൊണ്ട് ഹമാസിൻ്റെ ആ നീക്കത്തെ ഞങ്ങൾ അപലപിക്കുന്നു എന്ന ആ അപലപനം എന്ന വാക്ക് ആ പ്രമേയത്തിൽ ഇല്ല എന്ന കാരണം പറഞ്ഞുകൊണ്ടാണ് അമേരിക്ക വോട്ടെടുപ്പിൽ നിന്നും വിട്ടുനിന്നത്. അപ്പോൾ അങ്ങനെ വിട്ടുനിൽക്കുന്ന ഒരു തന്ത്രപരമായ വിട്ടുനിൽക്കൽ, അതേസമയം പാരലായിട്ട് ആയുധ കൈമാറ്റം, ഇതെല്ലാം കൂടെ ചേർത്ത് യഥാർത്ഥത്തിൽ അമേരിക്ക ഇസ്രായേൽ താല്പര്യങ്ങൾ ഇപ്പോഴും അവിടെ സംരക്ഷിക്കപ്പെടുന്നു. അതാണ് അതിൻ്റെ യാഥാർത്ഥ്യം. അതുകൊണ്ടാണ് പൊതുവെ ഒന്ന് പറയുകയും രഹസ്യമായി മറ്റൊന്ന് ചെയ്യുകയും ചെയ്യുന്ന യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയുടെ തികച്ചും ഇരട്ടത്താപ്പ് നിറഞ്ഞ ഒരു നയം അതുകൊണ്ടാണ് സംഭവിക്കുന്നത്. ശ്രീ അജിൻസ്. ശരി, ശ്രീ അമീർ പിച്ചൻ, ഇവിടെ ഒരു തെരഞ്ഞെടുപ്പ് വർഷമായതുകൊണ്ട് അമേരിക്കയ്ക്ക് സമ്മർദ്ദമുണ്ട്. യൂറോപ്യൻ രാജ്യങ്ങളെ സംബന്ധിച്ച് അങ്ങനെ ഒരു തെരഞ്ഞെടുപ്പ് സമ്മർദ്ദം നിലവിലില്ല. പക്ഷേ യു എനിൽ അമേരിക്കയാണ് കൂടുതൽ മേൽക്കൈയുള്ളൊരു രാജ്യം എന്ന് പറയുന്നത്. അതേസമയം ഈ പറയുന്ന അറബ് രാജ്യങ്ങൾ, പ്രത്യേകിച്ച് തുർക്കി, സൗദി അറേബ്യ പോലുള്ള രാജ്യങ്ങൾ, ഇറാൻ ഒരു വശത്ത്, ഇറാനൊക്കെ എത്രയോ ദിവസങ്ങളായിട്ട് ഇക്കാര്യത്തിൽ സൈലൻ്റാണ്. അപ്പോൾ ഈ ഒരു ബ്ലോക്ക് കംപ്ലീറ്റ് സൈലൻ്റായി കഴിഞ്ഞോ? ആ സൈലൻസിൻ്റെ അർത്ഥം എന്താണ്? It is a very good question, Ajims. UN Security Council, UN, of course, US has got more power or shows more power than European countries. പറഞ്ഞത് ശരിയാണ്. പക്ഷേ യു എസിൽ ഇപ്പോൾ ഒരു തെരഞ്ഞെടുപ്പ് വർഷമാണ്. ആ തെരഞ്ഞെടുപ്പ് വർഷത്തിലെ യു എസിൽ കുറെ ഇതിനൊരു പൊളിറ്റിക്കൽ വശം കൂടി ഉണ്ട്. എൻ്റെ മുമ്പുള്ള പറഞ്ഞ മോഹൻ വർഗീസ് വളരെ വ്യക്തമായി പറഞ്ഞു. അതിലൊരു കാര്യം കൂടിയും പറഞ്ഞു കാരണം ഞാൻ ഐ വിൽ ഗോ ടു ദ ആൻസർ യുവർ ക്വസ്റ്റ്യൻസ്. യു എസിൽ എവഞ്ചലിക്കൽ ക്രിസ്ത്യൻസ് എന്ന് പറഞ്ഞ ഒരു ഗ്രൂപ്പ് ഉണ്ട്. ദേ ആർ വെരി പവർഫുൾ. ദേ ആർ ബിഹൈൻഡ് ഫൈനാൻഷ്യലി ആൻഡ് ഫോഴ്സ്ഫുള്ളി. ദേ സപ്പോർട്ട് ഇസ്രായേൽ ലൈക്ക് എനിത്തിങ്. They constitute about 25% of the voting population. അപ്പൊ അവരെ മാറ്റി നിർത്തിയിട്ട് ഒരു US പ്രസിഡന്റിനും ജയിക്കാൻ പറ്റില്ല. അവരാണ് they support Israel more than American Jews support Israel. അത് മനസ്സിലാക്കണം. അപ്പൊ അവര് evangelical Christians, they says that അവരെ സംബന്ധിച്ചിടത്തോളം all Jews should go to Israel. അപ്പൊ അവർ സെക്കൻഡ് മെസ്സായ എന്നുള്ള പല ബിബിലിക്കൽ ടേംസിലും അവർ വിശ്വസിക്കുന്നു. When it comes to Israel, everything is biblical. അപ്പൊ അത് വെച്ചിട്ടാണ് അവരത് ആർഗ്യൂ ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം if any president അല്ലെങ്കിൽ any congressman want to get elected, they need to have support for this voting sector, evangelical Christians. They are a big powerful lobby and AIPAC, അവരുടെ ലോബി സിസ്റ്റം. ഇനി ഈ ഒരു സൈഡിൽ ഇറാൻ, സൗദി അറേബ്യ, ഇങ്ങനെ കുറെ രാജ്യങ്ങൾ എവരി വൺ ഈസ് സൈലന്റ്. തുർക്കി, ഇവരൊക്കെ എന്തുകൊണ്ട് സൈലൻസ് നടിക്കുന്നെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, തുർക്കി ഹാസ് ബീൻ ഷോയിങ് ലോട്ട് ഓഫ് റിറ്ററിക്, പക്ഷെ നത്തിങ് ഇൻ ആക്ഷൻ. തുർക്കിനെ സംബന്ധിച്ചിടത്തോളം തുർക്കിയും ഇസ്രായേലും തമ്മിലുള്ള ട്രേഡ് ഈസ്, ഐ തിങ്ക് ഇൻ മൈ മെമ്മറി ഇറ്റ് ഇസ് അബൌട്ട് $7 billion. അതിനൊന്നും ഒരു കോട്ടും ഇതുവരെ വന്നിട്ടില്ല. അവർ ഒന്നും ചെയ്തിട്ടില്ല എക്സെപ്റ്റ് അവരുടെ ആ റിറ്ററിക്, ബിഗ് വേർഡ്സ് എന്ന് വെച്ചിട്ട് കഴിഞ്ഞാൽ. ഇറാൻ ഈസ് നോട്ട് സൈലന്റ് ഇൻ ദാറ്റ് ഇൻ എനി വേ, ബട്ട് ദേ ആർ യൂസിങ് പ്രോക്സി വാർ. ഹുത്തികൾ ഉപയോഗിച്ചിട്ടും ഹെസ്ബുൾ ഉപയോഗിച്ചിട്ടും they are still attacking Israel in whatever fashion they want. Iran doesn't want to come directly into war with Israel now. അതിന് പ്രധാന കാരണമുണ്ട്. അത് ചെയ്തു കഴിഞ്ഞാൽ ഒന്ന്, അത് പലസ്തീനിയൻ സ്ട്രഗിളിന് തന്നെ എതിരായിട്ട് അത് ബാധിക്കും. ഇപ്പൊ പലസ്തീനിയൻസിന് കിട്ടുന്ന സിമ്പതിയും ഇല്ലാതാവും. US അതിൽ ഇടപെടും. ആൻഡ് ദ വാർ വിൽ ടേക്ക് ദാറ്റ് ഇൻ ടു ഇറാൻ. അത് ഇറാന്റെ ഡിസ്ട്രക്ഷന് കാരണമായി മാറും. US will be in the forefront of the war, and that is what Israel wanted. അതുകൊണ്ട് അത് അവർക്ക് തന്നെ ഒരു കംപ്ലീറ്റ് ഡിസ്ട്രക്ഷൻ ആയി മാറും എന്നുള്ളത് മാത്രമല്ല, അവരുടെ പല സ്പേസ് പ്രോഗ്രാംസും ന്യൂക്ലിയർ പ്രോഗ്രാംസും എല്ലാം അത് തകർക്കപ്പെടാനുള്ള ഒരു ചാൻസും കൂടി ഉള്ളതുകൊണ്ടാണ് അവരും കുറച്ച് വിട്ടുനിൽക്കുന്നത്. പിന്നെ സൗദി അറേബ്യനെ സംബന്ധിച്ചിടത്തോളം മറ്റുള്ള രാജ്യങ്ങളൊക്കെ എന്തുകൊണ്ട് സൈലൻസ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, they are in a comfort zone. പിന്നെ സൗദി അറേബ്യ പണ്ട് മുതൽക്കേ, in my own experience, they don't want to see Hamas as the winner, but they don't want to see Palestinians as the loser as well. ഇത് അജിംസിന് അറിയണ്ടാവും. കുറച്ചു കാലം മുമ്പ് വരെ about 7 years ago, Saudi Arabia bought embargo against Qatar.
ആ ഖത്തറിനെ എംബാഗോ ചെയ്യാനുള്ള കാരണത്തിൽ ഒന്ന് കാരണം പറഞ്ഞതെന്ന് വെച്ചാൽ, ഫസ്റ്റ് ഓഫ് ഓൾ ദേ ഷുഡ് സപ്പോർട്ട് ഖത്തർ സ്റ്റോപ്പ് സപ്പോർട്ടിങ് ഹമാസ്. ഹമാസ് ഇസ് എ ടെററിസ്റ്റ് ഓർഗനൈസേഷൻ. സെക്കൻഡ് തിങ് പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ അൽ ജസീറ നെറ്റ്വർക്ക് അടച്ചുപൂട്ടണം എന്നുള്ളതായിരുന്നു. ആൻഡ് അവരുടെ ആ ഒരു എംബാർഗോ കൊണ്ടുവന്നു. എംബാർഗോയിൽ എയർ സ്പേസ് അടക്കം ഖത്തർ എയർവേസിന് സൗദി അറേബ്യയുടെ എയർ സ്പേസ് പോലും ഉപയോഗിക്കാൻ പറ്റാത്ത രൂപത്തിൽ അടച്ചു തീർത്തു. അപ്പോ അവര് അതുവരെ എന്തായിരുന്നു വെച്ച് കഴിഞ്ഞാൽ, ഖത്തർ ഹാസ് ബീൻ പേയിങ് ദ സാലറീസ് ഓഫ് സിവിൽ സെർവൻസ് ഇൻ ഗാസ അണ്ടിൽ ഒക്ടോബർ 7. അതോടുകൂടി ഒക്ടോബർ 7 ശേഷം അതൊക്കെ നിന്നു. പക്ഷെ ഇതായിരുന്നു സൗദി അറേബ്യയുടെ പൊസിഷൻ അഗൈൻസ്റ്റ് ഖത്തർ. അപ്പൊ സൗദി അറേബ്യനെ സംബന്ധിച്ചിടത്തോളം അവര് ഈ പലസ്തീനിയൻ കോസ് അവരെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു മുഖം തിരിഞ്ഞ ആറ്റിറ്റ്യൂഡായിരുന്നു ഹിസ്റ്റോറിക്കലി. അൺടിൽ ഒരു എക്സെപ്ഷൻ ഉണ്ടായിരുന്നത് കിങ് ഫൈസലിന്റെ കാലത്താണ്. കിങ് ഫൈസൽ 1967 വാറിന്റെ സമയത്ത് മാത്രമാണ് ഇവർക്ക് ഏതായാലും ആ ഒരു സപ്പോർട്ട് കൊടുത്തിരുന്നത്. പക്ഷെ എന്നാലും ഒരു മിലിറ്ററി സപ്പോർട്ടോ അതല്ലാന്നുണ്ടെങ്കിൽ ഒരു ഫൈറ്റിംഗ് ഫോഴ്സോ ഒരിക്കലും സൗദി അറേബ്യക്ക് കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല. അതിനുള്ള ഫൈറ്റിംഗ് ഫോഴ്സ് സൗദി അറേബ്യക്ക് ഉണ്ടെന്ന് തോന്നുന്നില്ല. പിന്നീടുള്ള കാലത്തിന് ശേഷം കിങ് ഫൈസൽ, ഹിസ്റ്ററി സേസ് ദാറ്റ് കിങ് ഫൈസൽ ആ 1967 വാറിൽ അറബ്സ് കംപ്ലീറ്റ് തോറ്റോടുകൂടി 6 ഡേ വാറിൽ ഹി നെവർ സ്മൈൽഡ് ഇൻ ഹിസ് ലൈഫ് എന്നുള്ളതാണ് ചരിത്രകാരന്മാർ പറയുന്നത്. പിന്നീട് ഉണ്ടാകുന്ന 1980s കിങ് അബ്ദുള്ള വന്നു. കിങ് അബ്ദുള്ള ആ സെക്കൻഡ് ഇന്തിഫാദന്റെ സമയത്ത് he proposed a peace treaty with Israel, Arab peace treaty, for to have a Palestinian state around 1967 border, plus agreement to reach mutual settlement for refugees, etc. ഞാൻ അതിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകുന്നില്ല. ആ അറബ് പീസ് ഇനിഷ്യേറ്റീവ്സ് കിങ് അബ്ദുള്ള മുമ്പിൽ വെച്ചു. സോ ഇൻ സച്ച് എ വേ ദാറ്റ് ഒരു പലസ്തീനിയൻ സ്റ്റേറ്റ് ഉണ്ടായി കഴിഞ്ഞാൽ ആൾ അറബ് കൺട്രീസ് will recognize Israel right to exist in the land. പക്ഷെ അത് അന്നത്തെ നെതന്യാഹുവിന്റെ പ്രൊഡ്യൂസർ ആരിയൽ ഷെറോൺ അത് പിടിച്ച് ചീന്തി കുപ്പയിലിട്ടു. അതിന് ശേഷം ഒരു കോൾഡ് വാർ ആറ്റിറ്റ്യൂഡാണ് ഇത്രയും കാലം സൗദി അറേബ്യ നിന്ന് പോന്നിരുന്നത് അണ്ടിൽ കിങ് സൽമാന്റെ കാലഘട്ടം വരെ. കിങ് സൽമാൻ വന്ന സമയത്ത് ഹി ഈസ് നൗ ട്രൈങ് ടു മോഡേണൈസ് ദ ഹോൾ സൗദി അറേബ്യ ഫ്രം എ തിയോക്രാറ്റിക് സ്റ്റേറ്റ് ഇൻ ടു എ മോഡേൺ സ്റ്റേറ്റ്. ആ ഒരു ഡ്രാസ്റ്റിക് മോഡേണൈസേഷൻ സ്പീഡിലാണ് പിന്നെ കിങ് സൽമാൻ രാജ്യത്ത് കൊണ്ടുപോയിരിക്കുന്നത്. ആ മോഡേണൈസേഷൻ നടക്കണമെന്നുണ്ടെങ്കിൽ ഹി നീഡ്സ് സപ്പോർട്ട് ഓഫ് അമേരിക്ക, ഹി നീഡ്സ് സപ്പോർട്ട് ഓഫ് ഇസ്രായേൽ മോർ ദാൻ ഹി നീഡ്സ് പലസ്തീനിയൻസ്. അപ്പൊ അതുകൊണ്ട് ഈ കുറെ അവർ വിട്ടുനിന്നു. ദേ വർ സൈലന്റ് എക്സെപ്റ്റ് ദാറ്റ് they are putting what you call good argument in International Court of Justice. പിന്നെ കുറെ സഹായം കൊടുക്കുന്നുണ്ട്. അതൊന്നും അല്ലാണ്ട് ദേ ആർ നോട്ട് ഡൂയിങ് എനിത്തിങ് മച്ച്. ഇത് രണ്ട് കാര്യങ്ങളാണ് ആദ്യം ചെയ്തിരുന്നത്, ഇപ്പോഴും അത്ര തന്നെ ഉള്ളൂ. അപ്പോ ഇപ്പോഴത്തെ സൗദി അറേബ്യയുടെ പോളിസി എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ദേ നീഡ് സപ്പോർട്ട് ഓഫ് US ആൻഡ് ഇസ്രായേൽ. ഈ യുദ്ധം നടന്നില്ലായിരുന്നുവെങ്കിൽ ബൈ ദിസ് ടൈം സൗദി അറേബ്യ പ്രോബബ്ലി വുഡ് ഹാവ് സൈൻഡ് ദ അബ്രഹാം അക്കോർഡ് വിത്ത് ഇസ്രായേൽ. അത് ഈ ഒരു കാരണം കൊണ്ടും മാത്രമാണ് നീണ്ടുപോകുന്നത്. പിന്നെ ഒരു കാര്യം കൂടി അജിംസ് ഞാൻ പറഞ്ഞോട്ടെ. അറബ് സ്ട്രീറ്റ് ഈസ് ഡിഫറെന്റ് ഫ്രം അറബ് റൂളേഴ്സ്. അറബ് സ്ട്രീറ്റിൽ there is a lot of the people in the Arab countries-ലുള്ള ആൾക്കാർ they are pro-Palestinian. അവർക്ക് ഇത് വിഷ്വൽസും ഈ ഇൻഡിസ്ക്രിമിനേറ്റ് സഫറിങ്സ് ഓഫ് ദ പലസ്തീൻ പീപ്പിൾ സഹിക്കാൻ പറ്റുന്നില്ല. പക്ഷെ they are helpless. അവർക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. അറബ് റൂളേഴ്സിനെ സംബന്ധിച്ചിടത്തോളം they are living in a comfort zone. അപ്പൊ അവർക്ക് അവരുടെ ആ ഒരു ലിമിറ്റ് വെച്ചിട്ട് അവരൊന്നും അധികം ചെയ്യത്തുമില്ല. ദിസ് ഈസ് ദ സിറ്റുവേഷൻ നൗ. അപ്പോൾ ഇത് in one short, why the Arab countries are silent means they have been forced to do like that. ഈ ഒരു പോയിന്റ് കൂടി പറഞ്ഞോട്ടെ. I think 6 times Secretary of State visited Gulf region now, including Saudi Arabia. സൗദി അറേബ്യയിൽ പോയിട്ട് ആന്റണി ബ്ലിങ്കൻ എന്താണ് ആവശ്യപ്പെടുന്നത്? To sign the Abraham Accord, not to end the war, not to bring ceasefire. ഇതൊന്നല്ല അവിടെ പ്രശ്നം. അബ്രഹാം അക്കോർഡ് സൗദി അറേബ്യ സൈൻ ചെയ്ത് കഴിഞ്ഞാൽ then they have a good relationship between Israel and Saudi Arabia. ഇത് വരുത്തി തീർക്കണം എന്നുള്ളതാണ് അവരെ എയിം. പക്ഷെ സൗദി അറേബ്യ is backing out of that one just because of the current situations. So I hope that I answered your questions. This is what the political situation is now, and that is why Arab countries are silent and US is putting all its ഇനി നമ്മളോടൊപ്പം വിദേശകാര്യ വിദഗ്ധൻ PJ വിൻസെന്റ് കൂടി ചേരുന്നു. ശ്രീ PJ വിൻസെന്റ്,
ഒരു വശത്ത് ഒരു പ്രമേയം പാസ്സായിട്ടുണ്ട്, മറുവശത്ത് ആ പ്രമേയം നോൺ ബൈൻഡിംഗ് ആണെന്ന് അമേരിക്ക തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അത് എത്രമാത്രം ഫ്യൂട്ടൈലാണ് എന്നുള്ള കാര്യം ആ പ്രസ്താവനയുടെ വ്യക്തവുമാണ്. ഈ പ്രമേയം കൊണ്ട് ഏതെങ്കിലും തരത്തിലുള്ള ഒരു മാറ്റം ഉണ്ടാകുമോ? ഇതിന് വലിയ ഒരു സ്റ്റാറ്റസ് ഈ പ്രമേയത്തിനുണ്ട്. കാരണം കഴിഞ്ഞ ഒക്ടോബർ 7-ന് ശേഷം ഇസ്രായേൽ ആരംഭിച്ച യുദ്ധത്തിൽ ഇതുവരെ രക്ഷാസമിതി ഒരു പ്രമേയം പാസാക്കിയിരുന്നില്ല. എന്നാൽ ഇത്തവണ രക്ഷാസമിതി പ്രമേയം പാസാക്കി എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. അത് അമേരിക്ക വീറ്റോ ചെയ്യാതെ ഈ രക്ഷാസമിതി പ്രമേയത്തിൽ നിന്ന് വിട്ടുനിൽക്കുകയും യുണൈറ്റഡ് നേഷൻസിന്റെ രക്ഷാസമിതിക്കാണ് ലോക സമാധാനവും സുരക്ഷിതത്വവും ഉറപ്പുവരുത്താനുള്ള ഉത്തരവാദിത്വമുള്ളത്. ആ ഉത്തരവാദിത്വം അത് ഭൗതികമായി നിറവേറ്റിയില്ലെങ്കിലും അടിയന്തരമായി വെടിനിർത്തൽ കൊണ്ടുവരണം എന്ന കാര്യത്തിൽ ഒരു യോജിപ്പ് വന്നു എന്നുള്ളത് കഴിഞ്ഞ ഒക്ടോബർ 7-ന് ശേഷം തുടങ്ങിയ യുദ്ധത്തിലെ ഒരു രജതരേഖയാണ്. ആ നിലയിലാണ് നമ്മൾ ഇതിനെ കാണേണ്ടത്. പക്ഷേ ഇസ്രായേൽ യുദ്ധത്തിൽ നിന്ന് പിൻവാങ്ങും എന്ന് നമുക്കിപ്പോൾ കരുതാൻ വയ്യ. 150-ലധികം വരുന്ന അഭയാർത്ഥികളെ, ബന്ദികളെ വിട്ടയച്ചാൽ മാത്രമേ താൽക്കാലിക വെടിനിർത്തൽ പോലും ഞങ്ങൾ കൊണ്ടുവരൂ എന്ന അവസ്ഥയിലാണ്, എന്ന നിലപാടാണ് ഇസ്രായേൽ സ്വീകരിച്ചിട്ടുള്ളത്. പക്ഷേ ഇനി യുദ്ധം ചെയ്യേണ്ടത് റഫേലിലേക്കാണ്. ഒരു തന്ത്രപരമായ നീക്കമാണ് ഇപ്പോൾ യുണൈറ്റഡ് നേഷൻസിന്റെ സെക്യൂരിറ്റി കൗൺസിൽ നടത്തിയത് എന്ന കാര്യത്തിൽ തർക്കമില്ല. കാരണം ഇതപര്യന്തമുള്ള യുദ്ധത്തിന്റെ ഒരു രീതിയല്ല. 11 ലക്ഷത്തോളം മനുഷ്യർ റഫ നഗരത്തിൽ കുടുങ്ങിക്കിടക്കുന്നു. അവിടേക്ക് കരയുദ്ധം നീണ്ടു കഴിഞ്ഞാൽ ഉണ്ടാവുന്ന ഹ്യൂമാനിറ്റേറിയൻ ക്രൈസിസ് വർണ്ണനകൾക്കോ നമുക്ക് സങ്കല്പിക്കാൻ പറ്റുന്നതിനപ്പുറത്താകും. അതുണ്ടാവാൻ സാധ്യതയുള്ള ആഗോള പൊതുജനാഭിപ്രായം അമേരിക്കയ്ക്കും സഖ്യകക്ഷികൾക്കും ഇസ്രായേലിനും അതിശക്തമായി എതിരായി വരും എന്നുള്ള ഒരു സാഹചര്യം കൂടി നിലവിലുണ്ട്. അതുകൊണ്ട് തന്നെ അമേരിക്ക റഫേലിലെ കരയുദ്ധം അവസാനിപ്പിക്കാനുള്ള അവസാനവട്ട ഇടപെടൽ നടത്തിയിരുന്നു. അതുമായി ബന്ധപ്പെട്ട് ഇസ്രായേലിന്റെ ഒരു സംഘം അമേരിക്കയിലേക്ക് യാത്ര ചെയ്യാനിരിക്കുകയുമായിരുന്നു. ഈ ഒരു ഘട്ടത്തിലാണ് രക്ഷാസമിതി പ്രമേയം പാസ്സാവുന്നത് എന്നത് സത്യമാണ്. അപ്പോൾ ഇമ്മീഡിയറ്റ് ആയിട്ട് വളരെ പെട്ടെന്ന് ഒരു ഫലം, ഒരു വെടിനിർത്തൽ സാധ്യമായില്ലെങ്കിൽ കൂടി അധിക ദിനങ്ങൾ മുന്നോട്ട് പോകാതെ ഒരുപക്ഷെ ഈ റമദാൻ മാസത്തിൽ തന്നെ വെടിനിർത്തലിലേക്ക് പോകാനുള്ള ഒരു സാധ്യത ഇത് മുന്നിൽ വെക്കുന്നുണ്ട് എന്നത് വളരെ ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ നമുക്ക് ആശ്വാസം നൽകുന്ന കാര്യമാണ്. റമദാൻ തീരാൻ 2 ആഴ്ച പോലും ഇല്ല വിൻസെന്റ്. യെസ്, അത് ഒരുപക്ഷെ അതിനു മുമ്പ് തന്നെ ഒരാഴ്ചക്കുള്ളിൽ തന്നെ എങ്കിലും ഒരുപക്ഷെ ഒരു താൽക്കാലിക വെടിനിർത്തലെങ്കിലും പ്രഖ്യാപിക്കാതെ ഇനി ഒരർത്ഥത്തിലും ഇസ്രായേലിന് മുന്നോട്ട് പോകാൻ സാധിക്കില്ല. കാരണം ഈ റഫ യുദ്ധത്തോടൊപ്പം ഈ റമദാൻ മാസത്തിന്റെ പ്രാധാന്യവും കൂടി വളരെ പ്രധാനപ്പെട്ടതാണ്. അത് ഇപ്പോൾ തന്നെ ഇസ്ലാമിക ലോകം ഐക്യപ്പെട്ട് ഫലസ്തീന് പിന്തുണ പ്രഖ്യാപിക്കുന്ന ഒരു സാഹചര്യമില്ല. ഇപ്പം I2U2 കരാർ അല്ലെങ്കിൽ അബ്രഹാമിക് അക്കോർഡ്, ഇന്ത്യ, മിഡിൽ ഈസ്റ്റ്, യൂറോപ്പ്, സാമ്പത്തിക ഇടനാഴി, ഇങ്ങനെ ഉള്ള നിരവധിയായിട്ടുള്ള ഫോറങ്ങളിലൂടെ ഇസ്രായേലും അറബ് രാജ്യങ്ങളും ഇന്ത്യയും അമേരിക്കയുമായിട്ടൊക്കെ വളരെ അടുത്ത സൗഹൃദവും സഹകരണവും വളർന്നു വരുന്ന ഒരു സമയമാണ്. അപ്പോൾ അത്തരത്തിലുള്ള വിഭജനങ്ങളെ ഫലപ്രദമായി ഉപയോഗിക്കാൻ ഇസ്രായേലിന് കഴിയുന്നുമുണ്ട്. പക്ഷേ ഈ റമദാൻ മാസത്തിന്റെ ഒരു പ്രത്യേകതയും റഫ യുദ്ധം സൃഷ്ടിക്കാൻ ഇടയുള്ള മാനുഷികമായ പ്രശ്നങ്ങളും ഹ്യൂമൻ ക്രൈസിസും കണക്കിലെടുക്കുമ്പോൾ അത്തരത്തിലൊരു നടപടിയിലേക്ക് ഇസ്രായേൽ മുന്നോട്ട് പോയാൽ തീർച്ചയായിട്ടും ഇസ്ലാമിക ലോകത്തിന്റെ ഒരു ഐക്യപ്പെടൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതിനപ്പുറത്തേക്ക് ലോകത്തിൽ സമാധാനത്തിനും ജനാധിപത്യത്തിനും വേണ്ടി ആഗ്രഹിക്കുന്ന യുദ്ധവിരുദ്ധരായ കോടാനുകോടി മനുഷ്യരുടെ വികാരം ഇസ്രായേലിനും പാശ്ചാത്യ ബ്ലോക്കിനും എതിരായി തിരിയുമെന്ന സാഹചര്യമുണ്ട്. അതുകൊണ്ട് ഞാൻ കാണുന്നത് തന്ത്രപരമായ നീക്കമാണ് അമേരിക്കയുടെ അബ്സ്റ്റെയിൻ കാണിക്കുന്നത്. അവരുടെ അബ്സ്റ്റൻഷൻ വളരെ തന്ത്രപരമായ നീക്കമാണ്. കാരണം ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ ഒരു അടിയന്തര വെടിനിർത്തൽ ലോകം മുഴുവനും ആഗ്രഹിക്കുന്ന ഘട്ടത്തിൽ അത്തരമൊരു പ്രമേയത്തെ വീറ്റോ ചെയ്യാൻ അമേരിക്കയ്ക്ക് കഴിയില്ല എന്ന ഒരു നൈതിക പ്രതിസന്ധി അവർ നേരിടുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് ഒരുപക്ഷെ അധികം വൈകാതെ തന്നെ ഒരുപക്ഷെ റംസാൻ മാസത്തിന്റെ ഒരു പ്രത്യേകതയെങ്കിലും കണക്കിലെടുത്ത് ഒരു താൽക്കാലിക വെടിനിർത്തലേക്ക് കാര്യങ്ങൾ നീങ്ങും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. അങ്ങനെ പ്രതീക്ഷിക്കാൻ മാത്രമേ നമുക്ക് ഇന്നത്തെ സാഹചര്യത്തിൽ കഴിയുള്ളൂ. ശരി വിൻസെന്റ്. ശ്രീ മോഹൻ വർഗീസ്, ഏതെങ്കിലും ഒരു വിദേശ രാജ്യത്തെ, അമേരിക്കയല്ലാത്ത മറ്റൊരു വിദേശ രാജ്യത്തെ പ്രശ്നം, അത് അമേരിക്ക ഇൻവോൾവ് ആവുന്നതാവട്ടെ അല്ലാത്തതാവട്ടെ, ഒരു പ്രശ്നം അമേരിക്കൻ തെരഞ്ഞെടുപ്പിൽ ഒരു പ്രശ്നമായി മാറുന്നത് ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ടോ? കാരണം അമേരിക്ക ഇറാഖ് അഫ്ഗാൻ അധിനിവേശങ്ങൾ നടത്തുമ്പോഴോ വിയറ്റ്നാം യുദ്ധം നടത്തുമ്പോഴോ ഒക്കെ
അത് അമേരിക്കൻ ആഭ്യന്തര രാഷ്ട്രീയത്തിൽ എന്തെങ്കിലും ചർച്ചയായിട്ടുണ്ടോ? എങ്കിൽ ഇതൊരു ശുഭകരമായ മാറ്റമല്ലേ? വേറൊരു രാജ്യത്ത് ഇസ്രായേൽ നടന്ന ആക്രമണത്തെ അമേരിക്ക പിന്തുണയ്ക്കുന്നു എന്നതിൻ്റെ പേരിൽ മാത്രം അമേരിക്ക ഇസ്രായേലിനെ തള്ളിപ്പറയാൻ തയ്യാറാകുന്നു. ഇന്നലെ ചക് ഷൂമർ അദ്ദേഹത്തിൻ്റെ പ്രസംഗം കേട്ടായിരുന്നല്ലോ. നെതന്യാഹു ഒരു നിമിഷം പോലും തുടരരുത്, സ്റ്റെപ്പ് ഡൗൺ ചെയ്യണമെന്നൊക്കെ ആവശ്യപ്പെടുന്നെങ്കിൽ അതൊരു പോസിറ്റീവായിട്ടുള്ള മാറ്റമല്ലേ അമേരിക്കൻ രാഷ്ട്രീയത്തിൽ? അജിംസ്, അമേരിക്ക എക്കാലത്തും ഫോളോ ചെയ്തിരുന്ന ഒരു നയമുണ്ട്, ഒരു ഗ്ലോബൽ പോളിസിയാണ്. മുൻകാലത്തെ ഐസൊലേഷനിസ്റ്റ് പോളിസി ആയിരുന്നു. ഞങ്ങളുടെ കാര്യം മാത്രം നോക്കുന്നു, സ്വന്തം കാര്യം സിന്ദാബാദ്, അതായിരുന്നു. എന്നാൽ രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം അങ്ങനെയല്ല. അമേരിക്ക ലോകത്തിൻ്റെ ഏത് മൂലയ്ക്ക് നടക്കുന്ന ഏത് കോൺഫ്ലിക്റ്റിലും അമേരിക്കയ്ക്ക് അഭിപ്രായമുണ്ട്, ചില കാര്യങ്ങളിൽ ഇടപെട്ടിട്ടുമുണ്ട്. ആ ഇടപെടൽ, മേജർ ഇടപെടൽ വന്നത് ഒരുപക്ഷെ വിയറ്റ്നാം യുദ്ധത്തിൻ്റെ കാര്യത്തിലും ക്യൂബൻ മിസൈൽ ക്രൈസിസിൻ്റെ കാര്യത്തിലും സൂയസ് കനാൽ വിഷയത്തിലും ഒക്കെയാണ്. അതിനേക്കാൾ വൈകാരികമായിരുന്നു ഇറാനിൽ അമേരിക്ക നടത്തിയ ചില നീക്കങ്ങൾ. ഇറാൻ അമേരിക്കയ്ക്കെതിരെ, ഇറാനിലെ ഇസ്ലാമിക വിപ്ലവം 1979 അയത്തുള്ള ഖൊമൈനിയുടെ നേതൃത്വത്തിൽ നടന്ന വിപ്ലവവും അതിനെതിരെ അമേരിക്ക അഡോപ്റ്റ് ചെയ്ത ശക്തമായ നിലപാടും. ഏറ്റവും അവസാനം മേജർ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് അഫ്ഗാനിസ്ഥാനിൽ നടത്തിയ അൽ ഖയ്ദക്കെതിരെ നടത്തിയ ആക്രമണവും അതുപോലെ ഇറാഖിൽ സദ്ദാം ഹുസൈനെ പുറത്താക്കാൻ വേണ്ടി നടത്തിയ നീക്കങ്ങളുമാണ്. ഇതെല്ലാം തന്നെ അമേരിക്കയുടെ ആഭ്യന്തര രാഷ്ട്രീയത്തെയും പിടിച്ചുലച്ചിട്ടുണ്ട് എന്നത് വ്യക്തമാണ്. പക്ഷേ ഒരു 2001 ശേഷം, വേൾഡ് ട്രേഡ് സെൻറ്റർ തകർച്ചയ്ക്ക് ശേഷം ഒരു പതിറ്റാണ്ട് കൂടെ പിന്നിടുമ്പോൾ 2010-11 ആയി കഴിഞ്ഞപ്പോൾ അമേരിക്കയുടെ ആ ഒരു നയത്തിൽ ചെറിയ മാറ്റം വന്നു തുടങ്ങി. അതതിനർത്ഥം ഈ അഫ്ഗാനിസ്ഥാനിൽ ഈ അമേരിക്കൻ സൈന്യങ്ങൾ തുടരുന്നത് ഒരു ബാധ്യതയായി അമേരിക്കയിലെ ആഭ്യന്തര ജനതയ്ക്ക് തോന്നി തുടങ്ങി. അതുകൊണ്ടാണ് താലിബാനെ ഭരണമേൽപ്പിച്ചിട്ട് അമേരിക്കൻ സൈന്യം അഫ്ഗാനിസ്ഥാനിൽ നിന്നും പിൻവാങ്ങിയത്. അതുകൊണ്ടാണ് ഇപ്പോഴിതാ നോക്കൂ, അമേരിക്കൻ രാഷ്ട്രീയത്തെ ആഴത്തിൽ പരിശോധിച്ചാൽ നമ്മൾ കാണുന്ന ഒരു പ്രവണതയുണ്ട്. അമേരിക്കയ്ക്കുള്ളിലെ പൊതുജന അഭിപ്രായം അത് എക്കാലത്തും വളരെ പ്രസക്തമാണ്. മുൻകാലങ്ങളിൽ വിയറ്റ്നാമിൽ അമേരിക്കൻ സൈന്യം തോറ്റുതുന്നം പാടി തുടങ്ങിയപ്പോൾ വിയറ്റ്കോങ് ഗറില്ലകളുടെ ആക്രമണം നേരിടാനാവാതെ നൂറുകണക്കിന് ശവപ്പെട്ടികൾ അമേരിക്കയിലേക്ക് എത്തിത്തുടങ്ങിയപ്പോൾ അമേരിക്കൻ പബ്ലിക് ഒപ്പീനിയൻ ടേൺഡ് അഗൈൻസ്റ്റ് അമേരിക്കസ് വാർ ഇൻ വിയറ്റ്നാം. അതുപോലെ ഒരു സാഹചര്യമാണ് ഇപ്പോൾ. അമേരിക്ക നേരിട്ട് ഇടപെടുന്ന യുദ്ധമല്ല എന്ന് സമ്മതിക്കുന്നു. ഇസ്രയേൽ പോരാടുമ്പോഴും യഥാർത്ഥത്തിൽ അതിന് പിന്നിലെ കാറ്റലിസ്റ്റ് എന്ന് പറയുന്നത് അമേരിക്ക തന്നെയാണ്, യാതൊരു സംശയവുമില്ല. അത് അമേരിക്കയിലെ ജനങ്ങൾക്കറിയാം. എന്തിനാണ് ഇത്രയും തുക ഇസ്രയേലിന് അനുകൂലമായ യുദ്ധത്തിൽ എന്തിനാണ് ചെലവഴിക്കുന്നത്? അതുപോലെ ഉക്രൈന യുദ്ധത്തിൽ എന്തിനാണ് ഉക്രൈനെ സഹായിക്കുന്നത്? നമുക്കിവിടെ ആവശ്യത്തിൽ കൂടുതൽ ബാധ്യതകളുണ്ട്. അപ്പോൾ റഷ്യയെ തടഞ്ഞു നിർത്താൻ ഉക്രൈനെ സഹായിക്കുന്നു, ഉക്രൈനെ യൂറോപ്യൻ യൂണിയനിൽ പിടിച്ചു നിർത്താൻ നോക്കുന്നു, നെയ്റ്റോയിൽ അംഗമാക്കാൻ നോക്കുന്നു എന്ന് വേണ്ട സകല കാര്യങ്ങളിലും അമേരിക്ക ഇടപെടുന്നത് എന്തിനാണ്? ഇവിടെ നമുക്ക് ഏറെ പ്രശ്നങ്ങളുണ്ടല്ലോ, അത് വെച്ചാൽ മതിയല്ലോ. അതുകൊണ്ടാണ് ഉക്രൈൻ യുദ്ധത്തിൽ ഇപ്പോൾ ഉക്രൈൻ പിന്നോട്ട് പോവുകയും റഷ്യ കുറച്ചൊക്കെ ഇരച്ചു കയറുകയും ചെയ്യുന്നത്. അതുകൊണ്ടാണ്. അങ്ങനെ അമേരിക്കയ്ക്കുള്ളിൽ തന്നെ അജിംസി സൂചിപ്പിച്ചതുപോലെ വലിയ തോതിലുള്ള ഒരു ഷിഫ്റ്റിംഗ് മെൻറ്റാലിറ്റി ഉണ്ട്. അത് ഡെമോക്രാറ്റുകളുടെ ഇടയിലുമുണ്ട്, റിപ്പബ്ലിക്കൻസ്മാരുടെ ഇടയിലുണ്ട്. റിപ്പബ്ലിക്കൻ ഭരണകൂടം, റിപ്പബ്ലിക്കന്മാർ പറയുന്നത്, ട്രംപിന്റെ നേതൃത്വത്തിൽ പറയുന്ന ഇതാണ്. അതൊക്കെ ഒരു ജിങ്കോയിസമാണെന്ന് വേണമെങ്കിൽ പറയാം. എനിക്കൊരു നിമിഷത്തേക്ക് അധികാരം തരൂ, ഞാൻ പരിഹരിച്ചു തരാം എന്ന് പറയുന്ന ഒരു തരം ട്രംപിൻ്റെ ഒരു നിലപാട്. അതവിടെ മാറി നിൽക്കട്ടെ, അതൊരു ഓവർ ഓപ്റ്റിമിസമാണ്, അങ്ങനെയൊന്നും പരിഹരിക്കാനാവില്ല. എന്നാൽ ഡെമോക്രാറ്റുകൾ കുറച്ചുകൂടി ഇരുത്തം വന്ന രാഷ്ട്രീയക്കാരാണ്. അവരുടെ ഇടയിൽ അതിശക്തമായി ഈ അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡനെതിരെ ഒരു വലിയ സമ്മർദ്ദമുണ്ട്. ഇത് ഇനിയും മുന്നോട്ട് പോകരുത്. ഓൾ ത്രെഷോൾഡ്സ് ഹാവ് ബീൻ വയലേറ്റഡ്. ഇത് നമുക്ക് സഹിക്കുന്നതിനൊരു പരിധിയുണ്ട്. ഇതാണ് എനിക്ക് മുമ്പ് സംസാരിച്ച ഐക്യരാഷ്ട്രസംഘടനയിൽ ഏറെക്കാലം ജോലി ചെയ്ത പരിചയമുള്ള ആളാണ്. അപ്പം അദ്ദേഹം പറയുന്ന കാര്യങ്ങളെ വളരെ അധികം മുഖവിലേക്ക് എടുക്കേണ്ടതുണ്ട്. അതാണ് അതിനകത്ത് പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനമാണ് അമേരിക്കയുടെ ഇനിയുള്ള ഓരോ നീക്കങ്ങളും. വെറുതെ അറബ് ലോകത്തെ പിണക്കാൻ അവർ തയ്യാറല്ല. അതുപോലെ റഫായിലേക്ക് കരയുദ്ധം പൂർണ്ണമായി വ്യാപിക്കുമ്പോൾ അവിടെ കുടുങ്ങിപ്പോയ 11 ലക്ഷം ആളുകളിൽ വലിയൊരു ഭാഗവും കാലയവനിക്കുള്ളിൽ മറയും. ലോകത്തെ ഏറ്റവും വലിയ ബ്ലഡ് ബാത്ത് അവിടെ നടക്കും. അതിൻ്റെ പാപക്കറയിൽ നിന്നും അമേരിക്കയ്ക്ക് രക്ഷപ്പെടാനാവില്ല. ഇത് അമേരിക്കയിലെ സാധാരണ ജനം മനസ്സിലാക്കുന്നു. അവർ ദേ ഓൾസോ പുട്ട് പ്രഷർ ഓൺ അമേരിക്കൻ അഡ്മിനിസ്ട്രേഷൻ. ഇതൊക്കെയാണ് അവിടെ സംഭവിക്കുന്നത്. ഒരു കാര്യം കൂടെ പറയട്ടെ, ഇതെന്തുകൊണ്ടാണ് ഇത് അമേരിക്കയ്ക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ സാധിക്കുന്നത്? എന്തുകൊണ്ടാണ്? അമേരിക്കയ്ക്ക് ഒരു തന്ത്രപരമായ ചില കണ്ണുണ്ട് മധ്യ പൗരസ്ത്യ പ്രദേശത്ത്. കഴുകൻ കണ്ണുകളെന്ന് വേണമെങ്കിൽ പറയാം, അല്ല എങ്കിൽ
അങ്കിൾ സാമിൻ്റെ ഒരു 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 നോട്ടമുണ്ട്. അവർക്ക് നന്നായി അറിയാം ആ പ്രദേശത്തെ വൻ ശക്തികൾ, ആഭ്യന്തരമായി വൻ ശക്തികളായ ആരാണ്? 1 ഇറാൻ, 2 സൗദി അറേബ്യ, 3 ടർക്കി, 4 ഈജിപ്റ്റ്, അതുപോലെ മൈനർ പവറും ഒരു ഡിപ്ലോമാറ്റിക് ഒരു ഇടനിലക്കാരനുമായ ഖത്തർ. ഈ 5 രാജ്യങ്ങളുടെ നിലപാടുകൾ എന്ന് പറയുന്നത് 100% അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മറിഞ്ഞു വിരിക്കും. അവരാത്യന്തികമായി ദേ മേ നോട്ട് ഗോ ഫോർ എൻ ഓൾ ഔട്ട് പുഷ് അഗൻസ്റ്റ് ഇസ്രായേൽ. ഇത് നന്നായി അമേരിക്കൻ ഭരണകൂടത്തിനറിയാം, CIA-ക്ക് അറിയാം, അമേരിക്കയുടെ തിങ്ക് ടാങ്കിനറിയാം. അതുകൊണ്ടാണ് ഇപ്പം അമേരിക്ക എന്ത് വില കൊടുത്തും ഈ അബ്രഹാമിക കരാറുകളെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് അമേരിക്കയുടെ ആവശ്യമാണ്. ഈ യുദ്ധത്തിൻ്റെ മറവിൽ ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിൻ്റെ മറവിൽ അറബ് രാജ്യങ്ങളെ പുഷ് ചെയ്ത്, പ്രത്യേകിച്ചും സൗദി അറേബ്യ പുഷ് ചെയ്ത് അബ്രഹാമിൻ്റെ പേരിലുള്ള കരാറിൽ ഇസ്രായേലിനെയും സൗദി അറേബ്യയും കൂടെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ, നമ്മളെല്ലാം അബ്രഹാമിൻ്റെ മക്കളാണല്ലോ, അവിടെ അബ്രഹാമിൻ്റെ സന്തതികൾ തമ്മിലുള്ള സഹകരണം, അതിന് അമേരിക്ക ഇടനില നിൽക്കുന്നു എന്നുകൂടി വരുമ്പോൾ അത് വലിയ ഒരു സ്വീകാര്യതയാണ് അമേരിക്കയ്ക്ക് ഉണ്ടാകുന്നത്. അതുകൊണ്ട് അതെല്ലാവരും അബ്രഹാമിക കരാറിൻ്റെ ഭാഗമാകില്ല. ഒരു കാരണവശാലും ഇറാൻ, ടർക്കിക്ക് അങ്ങനെ ആകാനാവില്ല. അതുകൊണ്ട് ആ ഗൾഫ് റീജിയനിലെ കുറച്ച് രാജ്യങ്ങളെ അബ്രഹാമിക കരാറിൻ്റെ പരിധിയിൽ കൊണ്ടുവന്നാൽ മറ്റ് രാജ്യങ്ങളെ അവിടെ പ്ലക്കേറ്റ് ചെയ്യാം. അതുമാത്രമല്ല, ഇറാനും സൗദി അറേബ്യയും കൂടി അടുക്കുന്ന അവരെക്കാലത്തും വിരുദ്ധ ചേരിയിലായിരുന്നു ഇസ്ലാമിക ലോകത്ത്. ഒന്ന് ഷിയ ഭൂരിപക്ഷമുള്ള ഇറാൻ, മറ്റേത് സുന്നികളുടെ ആത്യന്തിക ശക്തി കേന്ദ്രമായ സൗദി അറേബ്യ. ഇവർ തമ്മിൽ ഇപ്പോൾ വളരെ യാഥാർത്ഥ്യ ബോധത്തോടു കൂടിയുള്ള ചർച്ചകൾ നടക്കുകയാണ്. കിങ് സൽമാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കറക്റ്റാണ്. കിങ് സൽമാൻ വളരെയധികം പുരോഗമനവാദിയാണ്. ശരാശരി ഒരു സൗദി പ്രിൻസ് അല്ല, കിങ് അല്ല സൽമാൻ. സൽമാൻ്റെ ഒരു ഉദ്ദേശം സൗദി അറേബ്യയെ ഈ പോസ്റ്റ് ഓയിൽ ഒരു വേൾഡിലേക്ക് കൊണ്ടുപോകുക. ഈ ഹൈഡ്രോ കാർബണിന് മേലുള്ള ഒരു നിയന്ത്രണം കുറച്ചു കാലം കഴിയുമ്പോൾ അവസാനിക്കും. അത് കഴിഞ്ഞു കഴിഞ്ഞാലും സൗദി അറേബ്യ നിലനിൽക്കണം. അതിനുവേണ്ടിയുള്ള ക്രാന്തദർശത്വം എന്നതാണ് കിങ് സൽമാൻ. അതുകൊണ്ട് ഇസ്രയേലിനെ പിണക്കാൻ തയ്യാറല്ല കിങ് സൽമാൻ. അതേസമയം അവിടെ സമാധാനം വേണം. ഇറാനെയും പിണക്കാൻ സൗകര്യമില്ല. അതുകൊണ്ടാണ് അവർ തമ്മിൽ ഒരു പാലം പണിതിരിക്കുന്നത്. അതുകൊണ്ടാണ് ഈ ഇറാൻ ഹൂതികളിൽ, യമനിൽ കേന്ദ്രീകരിച്ച ഹൂതികളിലൂടെയും ലെബനനിലെ ഹിസ്ബുള്ളയിലൂടെയും ഹമാസിലൂടെയും ഒക്കെ ഇസ്രയേലിനെതിരെ ഒളിപ്പോരാട്ടം നടത്തുമ്പോൾ, ഇൻഡയറക്റ്റ് സറോഗേറ്റ് യുദ്ധം നടത്തുമ്പോൾ അത് കണ്ടില്ല എന്ന് നടിക്കാൻ സൗദിക്ക് കഴിയുന്നുണ്ട്. അല്ലെങ്കിൽ ഹൂതികൾക്കെതിരെയുള്ള പോരാട്ടം സൗദിയും ഹൂതികൾക്കെതിരെ നിൽക്കുന്ന രാജ്യവുമാണ്. അപ്പോൾ ഇറാൻ ഹൂതികളെ സഹായിക്കുമ്പോൾ സൗദി എതിർക്കേണ്ടതാണ്. അവിടെ സൗദി നിഷ്പക്ഷത പാലിക്കുന്നതും ഒന്നും കാണാതെയല്ല. അതുകൊണ്ട് അമേരിക്കൻ സ്കീം ഓഫ് തിങ്സ് എന്ന് പറയുന്നത് ടു കീപ് ദ ഇസ്ലാമിക് വേൾഡ് ഡിവൈഡഡ്. അത് നോയിങ്ലി ഓർ അൺനോയിങ്ലി, അറിഞ്ഞോ അറിയാതെയോ ഇസ്ലാമിക ലോകം വിഘടിച്ചു നിൽക്കുന്നു. ആ ഒരു ബലത്തിലാണ് ഇസ്രായേൽ നിലനിൽക്കുന്നത്. എക്കാലത്തും 48 മുതൽ ഇന്നേ വരെ ഇസ്രായേൽ എന്ന രാജ്യം നിലനിന്നത് ഇസ്ലാമിക ലോകം വിഘടിച്ചു നിന്നതുകൊണ്ട് മാത്രമാണ്. അതൊന്നുകൂടി റെഡിയാണ്. ഈ ഒക്ടോബർ 7 അറ്റാക്കിന് ശേഷം ഈ ലോകത്തുണ്ടായ ഒരു മാറ്റം എന്ന് പറഞ്ഞാൽ, ഈ ഫലസ്തീൻ കോസ് ഒരു 10 വർഷമായി ആളുകൾ വിസ്മൃതിയിലായിരുന്നു. അത് വീണ്ടും ഫ്ലോട്ട് ചെയ്തു വന്നു ആളുകളുടെ ഓർമ്മയിലേക്ക് എന്നുള്ളതാണ്. അത് ഈ 5 മാസത്തെ യുദ്ധത്തിന് ശേഷവും നിലനിൽക്കുന്നു എന്ന് തോന്നുന്നു. ഇറ്റ്സ് എ വെരി വാലിഡ് പോയിന്റ്. ഒക്ടോബർ 7 മുമ്പ് പലസ്തീൻ കോസ് ഏകദേശം എല്ലാവരും ഒരു നെഗ്ലക്ട് ചെയ്ത രൂപത്തിൽ അടഞ്ഞു പോയ ഒരു ചാപ്റ്ററായിട്ട് അടച്ചുപൂട്ടിയൊരു സംഭവമായി മാറിയിരുന്നു. അതിന് പ്രധാന കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം they don't want to have a two-state solution. The current Israeli government under Netanyahu and his far-right extremist supporting people, our cabinet, ഒരിക്കലും they don't want to live in a state next to Palestinian state. അവർ കംപ്ലീറ്റ് റിജക്ട് ചെയ്ത കാര്യമാണ്. And then of course they also will not support a single state solution. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെയുള്ള 7 മില്യൺ ജ്യൂസും 7 മില്യൺ അറബ്സും പലസ്തീനിയൻസും കൂടി ചേർന്ന് ഒരു രാജ്യം, ഒരു നിയമം, ഒരു രൂപത്തിൽ അതിന് അവർ തയ്യാറല്ല. പിന്നീട് ഉണ്ടാകാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ദ കറന്റ് സിറ്റുവേഷൻസ്, ദ ഒക്യുപ്പേഷൻ, ദ അപ്പാർത്തൈഡ് ആയിട്ടുള്ള സിസ്റ്റം എൻഫോഴ്സ് ചെയ്തിട്ട് മിലിറ്ററിയിൽ കണ്ടിന്യൂ ചെയ്ത എന്നുള്ള ഒരു ഉദ്ദേശത്തിൽ അത് അടക്കി ഒതുക്കി പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ ഒക്ടോബർ 7 അപ്പോൾ അത് ഏകദേശം വജീംസ് പറഞ്ഞു വളരെ ശരിയാണ്. അപ്പോൾ ഒക്ടോബർ 7 മുമ്പ് ഈ പലസ്തീനിയൻ കോസ് ഏകദേശം ഡെഡായി മാറി. അതിന് വലിയൊരു ഉത്തരവാദിത്തം പലസ്തീൻ അതോറിറ്റീസും ദ കറന്റ് പ്രസിഡന്റ് മുഹമ്മദ് അബ്ബാസിനുണ്ട്. അവര് ദ പലസ്തീൻ അതോറിറ്റി ഒന്നും ചെയ്യാൻ പറ്റാത്ത
ഒരു ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഒരു അതോറിറ്റി ആയിട്ട് മാറുകയും അവരൊരു ഹൈലി കറപ്റ്റഡ് ആയിട്ടുള്ള ഒരു അതോറിറ്റി ആയി മാറുകയും ചെയ്തിരുന്നു. ഓക്കെ, അപ്പൊ അതിനുശേഷം October 7 ശേഷം ഹമാസ് ചെയ്ത വലിയൊരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പലസ്തീനിയൻസ് ആർ സ്റ്റിൽ ദർ, ദേ നീഡ് ടു ബി ഹേർഡ്. അവരുടെ ആഗ്രഹങ്ങളും അവരുടെ ഹോപ്പും അവരുടെ ജനറേഷൻസ് ആയിട്ടുള്ള അവരുടെ ഫ്രീഡം സ്ട്രഗിളും അക്സെപ്റ്റ് ചെയ്യണം എന്നുള്ളത് വേൾഡ് സിനാരിയോയിൽ ഒരു വേൾഡ് സ്റ്റേജിലേക്ക് കൊണ്ടുവന്നു എന്നുള്ളൊരു ഒരു വാസ്തവമാണ്. ഇതുവരെ അതൊരു പലസ്തീനിയൻ ഒരു ഇഷ്യൂ അല്ലെങ്കിൽ അറബ് ഇഷ്യൂ ആയത് ഇപ്പോൾ ഒരു വേൾഡ് ഇഷ്യൂ ആയി മാറി. അപ്പൊ അതുകൊണ്ടാണ് വീണ്ടും ഈ 2 സ്റ്റേറ്റ് സൊല്യൂഷൻ വീണ്ടും സംസാരിക്കപ്പെടുന്നത്, വീണ്ടും മുമ്പിൽ വരുന്നത്. അപ്പൊ അത് ടു കട്ട് ഷോർട്ട് ദ ആൻസർ, യെസ്, October 7 മുമ്പ് ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞു നിർത്താം. ലാസ്റ്റ് ഇയർ UN ജനറൽ അസംബ്ലിയിൽ നെതന്യാഹു വെന്റ് വിത്ത് എ മാപ്പ്. ഐ ഡോണ്ട് നോ, നിങ്ങൾ ഓർമ്മിക്കുന്നുണ്ടെന്ന് അറിയില്ല. വിത്ത് എ ബിഗ് മാപ്പ് ഷോയിങ് ദ ഫ്യൂച്ചർ ഓഫ് ദ ഇസ്രായേൽ. അതിൽ പലസ്തീനിയൻ സ്റ്റേറ്റ് എന്നുള്ളൊരു സംഭവം തന്നെ അതിനകത്തില്ല. പലസ്തീനിയൻസ്ക്ക് യാതൊരു അവകാശവും ഇല്ല. ഒരു മാപ്പ് കാണിച്ചിട്ടാണ് അയാൾ അവിടെ പ്രസംഗിക്കുന്നത്. അതിനുശേഷം അതൊരു വഴിത്തിരിവായിരുന്നു. പക്ഷേ അത് പലസ്തീനിയൻ ചാപ്റ്റർ അടച്ചുമൂടി എന്നുള്ള രൂപത്തിലേക്ക് അത് മാറ്റി തീർക്കുകയും ചെയ്തു. പക്ഷെ അതിനുശേഷം October 7 ഉണ്ടായ ഇൻസിഡന്റ് ഈ പലസ്തീനിയൻ കോസ് ഒരു അങ്ങേയറ്റം സർഫസ് ചെയ്ത് ഒരു വേൾഡ് സ്റ്റേജിലേക്ക് അത് പുഷ് ചെയ്ത് കൊണ്ടുവന്നു. ഇപ്പൊ അതൊരു ലോക പ്രശ്നമായി മാറി. ഇപ്പൊ അത് അറബ് ഇഷ്യൂ മാത്രമല്ല, ഇറ്റ്സ് എ വേൾഡ് ഇഷ്യൂ. അത് എങ്ങനെയായാലും അതിനൊരു പരിഹാരം കണ്ടെത്തണം എന്നുള്ള രൂപത്തിലേക്ക് കൊണ്ടുവരാൻ കഴിയുമെന്നുള്ളൊരു വാസ്തവമാണ്. ശരി, വളരെ നന്ദി ശ്രീ അമീർ പിച്ചൻ, ശ്രീ മോഹൻ വർഗീസ്, ശ്രീ PJ വിൻസെന്റ് ഇത്രയും സംസാരിച്ചത്.